ബ്ലസ്ഡ് ആർ ദ പ്യുവർ ഇൻ ഹാർട്ട്. നമ്മൾ ഈ പ്യൂരിറ്റി, ദൈവത്തെ കാണുന്നത്ര പ്യൂരിറ്റി, അത്രയും വിശുദ്ധി, അത്രയും ശുദ്ധമായൊരു ഹൃദയം. നമ്മൾ ശുദ്ധിയെക്കുറിച്ച് പറയുമ്പം, വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പം അതിന് പല മാനദണ്ഡങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു ഒരു മനുഷ്യനെ വിശുദ്ധൻ എന്ന് പറയാൻ പറ്റുന്നത്? ഏത് വിശുദ്ധിയിലാണ് അവൻ ദൈവത്തെ കാണുന്നതെന്ന് നമുക്കറിയാം. ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു പ്രത്യേകത, ഗിരിപ്രഭാഷണത്തിലൂടെ കർത്താവ് പ്രസന്റ് ചെയ്യുന്ന നീതിയും ശുദ്ധിയും തേജസ്സും എല്ലാം മാനുഷിക തലമല്ല, അത് ദൈവിക തലം. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ഈസ് മൈ റൈച്ചസ്നെസ് ആൻഡ് മൈ സാങ്ക്ടിഫിക്കേഷൻ എന്ന് വിശ്വാസത്താൽ പറയുന്ന ഒരു കോർണറിലേക്കാണ് ദൈവം നമ്മെ എത്തിക്കുന്നത്. ഈ വിശുദ്ധിയെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെ. ഹയസ്റ്റ് സമിറ്റ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. അതായത് ദൈവം വിശുദ്ധനായിരിക്കുന്നവരെ പരിശുദ്ധനായിരിക്കുന്നവർ, പരിശുദ്ധനായിരിക്കുന്നവരെ നമുക്ക് ആവാൻ പറ്റില്ല. പക്ഷെ നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കുന്നവർ നിങ്ങളും സകലത്തിലും വിശുദ്ധരായിരിക്കും. ഇബ്രാഹിലേഖനത്തിൽ പറയുന്നു, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കുമ്പോൾ. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് വി അഡ്ജസ്റ്റിംഗ് യുവർ ബിഹേവിയർ, ഇറ്റ്സ് അബൌട്ട് വി റിസീവിങ്, പൊസസിങ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ്. കർത്താവിനെ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ നീതിയും വിശുദ്ധിയും. അത് ദൈവത്തിന്റെ തന്നെ ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ നമുക്ക് ദൈവത്തെ കാണുന്നത്ര വിശുദ്ധിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. വി നീഡ് ടു റീഡിഫൈൻ അവർ ടാർഗറ്റ്സ്. നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് വിശുദ്ധ ജീവിതം നയിക്കുന്നു എന്നൊക്കെ പറയുമ്പം സാധാരണ ഉദ്ദേശിക്കുന്നത് തെറ്റ് ചെയ്യാതെ, അതായത് നമ്മൾ പ്രകടമായ മിസ്റ്റേക്കുകളൊന്നും വരുത്താതെ ജീവിക്കുക. ഫോർ എക്സാമ്പിൾ, കള്ളു കുടിക്കാതെ, സിഗരറ്റ് വലിക്കാതെ, സിനിമ കോട്ടയിലൂടെ നടക്കാതെ, നമ്മൾ ഒരു പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഒരു റിലീജിയസ് ലൈഫ് ജീവിക്കുന്നതിനെ കുറിച്ചാണ് ഈ വിശുദ്ധ ജീവിതം. അതിൻ്റെ കൂടെ ചിലർ ആശുപത്രി പോരുത്, ഇങ്ങനെയൊക്കെയുള്ള പ്രമാണങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മളൊരു വിശുദ്ധിയുടെ ഒരു മേലാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും അത് അരുതുകളിലൂടെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. അരുതുകളിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് ഒരു 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 റിലീജിയസ് പ്യൂരിറ്റി മാത്രമാണ്. എന്നാൽ അത് ഒരു നേച്ചറിന്റെ പ്യൂരിറ്റി, നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു പ്യൂരിറ്റിയായി മാറുവാൻ ഒരാന്തരികമായ വിശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ സാധാരണ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒത്തിരി പേര് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആ വിശുദ്ധ ജീവിതം ക്രിസ്തുവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പൊളിഞ്ഞു പോകുന്ന നിസ്സാരമായ മാനുഷിക പ്രവൃത്തികളിലൂടെ നിർവചിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഒരാൾ മറ്റൊരാളെ വെല്ലുവിളിക്കും, നീ വിശുദ്ധ ജീവിതം ആണോടാ നയിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു വേണമെങ്കിൽ പുൽപ്പിറ്റ് അടിച്ചു പൊട്ടിക്കാം. പക്ഷേ ചലഞ്ച് ഈസ് ഡിഫറെന്റ്. ക്രിസ്തുവിനെ നേടുന്നത് വരെയാണ് നമ്മുടെ യാത്ര. ഇപ്പൊ പ്യൂരിറ്റി ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് അവന്റെ രക്തം സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ ക്രൂശിനോടുള്ള ഐഡന്റിഫിക്കേഷൻ പാപം ചെയ്യാനുള്ള എൻ്റെ കപ്പാസിറ്റിയെ തകർത്ത് അടിമത്തത്തിൽ നിന്നെ രക്ഷിക്കുന്നു. ദിസ് ബ്ലഡ് ആൻഡ് ദ ക്രോസ് മേക്ക് us കണ്ടിന്യൂസ്ലി പ്യുവർ. അതുകൊണ്ട് രക്തം ഒരിക്കലായി അർപ്പിക്കപ്പെടുന്നത് നമ്മുടെ ശുദ്ധീകരണത്തിനായി, ഒരിക്കലായി അർപ്പിക്കപ്പെടുന്നത് അത് എന്നേക്കും ഗുണകരമായി സംസാരിക്കുന്ന ഏകയാഗം നമ്മെ വിശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ രണ്ട് തലത്തിലാണ് നമ്മൾ ഈ സാങ്ക്ടിഫിക്കേഷനെ കാണുന്നത്. ഈ ദൈവത്തെ കാണുന്ന പ്യൂരിറ്റി എന്ന് പറയുന്നത്, ഈ ദൈവത്തെ കാണാൻ പറ്റുന്ന പ്യൂരിറ്റി എന്ന് പറയുന്നത്, അത് ഇറ്റ് ഈസ് അനദർ ലെവൽ, അനദർ ഡയമെൻഷൻ. അവിടെ യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് തരുന്ന ശുദ്ധീകരണം, അവന്റെ ആത്മാവ് നമുക്ക് തരുന്ന വിശുദ്ധീകരണം. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബീങ് ക്ലെൻസ്ഡ്, ശുദ്ധിയാവുക, ആൻഡ് ബീങ് സാങ്ക്ടിഫൈഡ്, വിശുദ്ധരാവുക. ക്ലെൻസ്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് വാഷിങ്. നമ്മളെ കഴുകുകയാണ്, നമ്മുടെ പാപങ്ങൾ കണക്കൂട്ടുന്നില്ല. യേശുവിന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ടിരിക്കുന്നു, മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ്സ് നോട്ട് കൗണ്ടഡ്. അതായത് നമ്മളെ ദൈവം കഴുകിയവരായി കാണുന്നു, ക്രിസ്തുവിൽ കാണുന്നു. വി ആർ ഫോർഗിവൺ. അതാണ് നമ്മുടെ ശുദ്ധീകരണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളെ നോക്കുമ്പോൾ കറ ചുളുക്കമൊന്നുമില്ലാത്ത, കറകൾ മാറ്റിക്കളഞ്ഞ, അവന്റെ രക്തത്താൽ കറകളെ ശുദ്ധീകരിച്ച, ഇല്ലാതാക്കിയ ആ ഒരു അവസ്ഥയാണ് നമ്മൾ ശുദ്ധീകരണം എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് വാഷിങ് എ വെസൽ. നമ്മുടെ പാത്രം കഴുകുന്ന പോലെയാണ്, ഏറ്റവും മനോഹരമായി കഴുകി ഒരു കറ പോലും കാണാൻ പറ്റാത്തത് പോലെ. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ആ കഴുകൽ മാത്രമല്ല, അതൊരു ദൈവികമായ സ്വഭാവത്തിന്റെ പകർച്ച കൂടിയാണ്. നമ്മളിലേക്ക് ദൈവികമായ ഒരു സ്വഭാവം, നമ്മൾ ക്ലീൻ ആവുക മാത്രമല്ല ചെയ്യുന്നത്. It's not about ceremonial purity. It's also about
ബീങ് ഇംബൈഡ് ബൈ ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. ദൈവം നമ്മളിലേക്ക് പകരുന്ന അവൻ്റെ ആട്രിബ്യൂട്ട്സ്, അവൻ്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, അതായത് സ്പിരിച്വൽ നേച്ചർ, ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് ലഭിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ രക്തം സകല പാപത്തിൽ നമ്മൾ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ ആത്മാവ് തുടർച്ചയായ അധിവാസത്തിലൂടെ നമ്മുടെ മനസ്സിനെ കൺവേർട്ട് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാക്കി നമ്മളെ മാറ്റുന്ന, നമ്മളെ അനുസരണത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രോസസ്സ്. ആ പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ കർത്താവിൻ്റെ നാൾ വരെയും തുടർന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ മരിക്കുന്നവരെയും തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴെല്ലാം, അല്ലെങ്കിൽ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം, നമ്മുടെ നിലവാരം, നമ്മൾ ലക്ഷ്യം വെക്കുന്ന നിലവാരം മാനുഷികമോ നമ്മുടെ കഴിവിനകത്തുള്ളതോ ആകരുത്. അങ്ങനെ ആയി കഴിയുമ്പം എല്ലാം പ്രവൃത്തിയായിട്ട് മാറും. എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ ദൈവത്തിൻ്റെ നീതിയും വിശുദ്ധിയും തേജസ്സുമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ നിസ്സഹായരാണ്, ആത്മാവിൽ ദരിദ്രരാണ്, നമുക്ക് സ്വന്തമായി ഒന്നും അവകാശപ്പെടാനില്ല. കാരണം നമ്മുടെ കഴിവിനും അപ്പുറത്താണ്. അപ്പോൾ നമ്മൾ പറയും, ദൈവമേ എന്നെ നടത്തുന്നതിനായിട്ട് സ്തോത്രം. നമ്മൾ ഈ ദൈവം എന്നെ നടത്തുന്നു എന്നുള്ള വാക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്, പെന്തക്കോസ്തർ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്. ദൈവം കഴിഞ്ഞ ആഴ്ച നടത്തി, ഈ വർഷം നടത്തി, സ്ഥിരം. എങ്ങനെ നടത്തുന്ന ദൈവം? നമ്മൾ വിചാരിക്കുന്നത് കാശില്ലാതെ വിഷമിച്ചിരുന്നപ്പോൾ കാശ് തന്ന് നടത്തി, ആരോഗ്യമില്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആരോഗ്യം തന്നാണ്. അതൊക്കെ ഇല്ലായിരുന്നെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഇത്ര വലിയ ആരോഗ്യം ഇല്ലായിരുന്നെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, മരിച്ചു പോയാലും കുഴപ്പമില്ല, നമ്മൾ കർത്താവിൻ്റെ അടുത്തോട്ടല്ലേ പോകും. പക്ഷെ ശരിക്കും നടത്തുക എന്ന് പറയുന്നത് പാപത്തിൽ വീണു പോകാതെ ഈ കർത്താവിൻ്റെ ഇടുക്ക് വഴിയിലൂടെ കർത്താവിൻ്റെ കൃപകളെ പ്രാപിക്കാൻ തക്കവണ്ണം ആത്മാവ് നടത്തുന്നൊരു നടപ്പുണ്ട്. അതാണോ നിങ്ങൾ നടപ്പെന്ന് പറയുമ്പോൾ ഓർക്കുന്നത്? ആണോ? അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ നടത്തിയതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ദൈവം നമ്മളെ നടത്തുന്നത് ഈ ദുർഘട ലോകത്തിൽ അവൻ്റെ ആടുകളെ നടത്തുന്നത് കുഴി ചാടിയാൽ കോരിയെടുത്ത് സുബോധം കൊടുത്ത് ഇടയനെ അനുഗമിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ച് ആ സ്വഭാവം നൽകി ദൈവം നമ്മെ ഓരോ ദിവസം നടത്തിക്കൊണ്ട് നമ്മുടെ ലൈഫിൽ ഓൾ ത്രൂ നോക്കിക്കഴിഞ്ഞാൽ വി വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെരി ക്വിക്ലി. ഇപ്പോൾ ദൈവത്തിൻ്റെ നടത്തിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദ സ്പിരിച്വൽ വാക്ക് വിച്ച് വി ഹാവ് വിത്ത് ഗോഡ്. അപ്പോൾ ഓരോ സമയത്തും പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ രക്ഷയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകുക എന്നുള്ളതല്ല. അവിടെയാണ് നമുക്ക് പലതരത്തിലുള്ള ഉപദേശ പ്രശ്നങ്ങളുണ്ടാകും. ബൈബിളിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അവൻ്റെ മഹത്വം പ്രാപിക്കാൻ, അവൻ്റെ തേജസ് പ്രാപിക്കുക എന്നുള്ളതാണ്. തേജസ്സുള്ള ഒരു ശരീരത്തോടെ പുനരുത്ഥാനം ചെയ്യുക. ദാറ്റ്സ് അവർ ടാർഗറ്റ്. ബി ലൈക്ക് ക്രൈസ്റ്റ് ഇൻ അവർ റിസറക്ഷൻ. നമ്മൾ പുനരുത്ഥാനം ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ തേജസ്സോടെ പോവുക, ക്രിസ്തുവിനെ പോലെ ആവുക. നാം അവനെ കാണുമ്പോൾ അവനോട് സദൃശന്മാരായിരിക്കും. ഇതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിലായിരിക്കും, പക്ഷെ അതല്ല നമ്മുടെ ഇഷ്യൂ. The issue is we will be like Christ. We will be glorified like God's children. അപ്പോൾ നമ്മൾ ദൈവത്തെ കാണുന്ന പോലെ, ഈ ദൈവത്തെ കാണുക എന്നുള്ളതുമായിട്ട് റെഫറൻസ് നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ ലേഖനത്തിലാണ്. യോഹന്നാന്റെ ലേഖനം 1 ലേഖനം അതിന്റെ 2 അധ്യായം 2 വാക്യം വായിക്കാം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രാശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല. 3 അധ്യായത്തിന് 2 വാക്യം. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അപ്പൊ കർത്താവിനെ നമ്മൾ കാണുമ്പോൾ എങ്ങനെയായിരിക്കും? അവനോട് സദൃശം. അല്ല, അവനെ കാണാൻ പറ്റില്ല, നമ്മൾ ബോധം കിട്ടുപോകും. അവന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. അവന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവനെ പോലെ ആയി എന്നതിന്റെ അർത്ഥം. സോ പ്യൂരിറ്റി ടു ദ പെർഫെക്ഷൻ, ഇത് നമുക്ക് അച്ചീവ് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. നമ്മുടെ സെൽഫ് വില്ല് കൊണ്ടോ നമ്മുടെ പവർ കൊണ്ടോ നേടാവുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന്റെ കരുണയാണ്. അതുകൊണ്ടാണ് രക്ഷയുടെ മഹത്വം ദൈവത്തിന് എപ്പോഴും പറയുന്നത്. അപ്പൊ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു മാനുഷികമായ തലമാണെങ്കിൽ വി ക്യാൻ ക്ലെയിം സം ഗ്ലോറി. ഇത്രയും നാളായിട്ടും ബ്രദറെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, വിശ്വാസത്തിൽ വന്നിട്ട് 50 വർഷമായിട്ട് ഇന്ന് വരെ ഞാൻ ആശുപത്രി പോയിട്ടില്ല. കേൾക്കുമ്പോൾ ഹമ്പട ഞാനേ എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. കാരണം ദാറ്റ്സ് മോർ അബൌട്ട് വിൽ വർഷിപ്പിംഗ്. കൊള്ള ആള്, നല്ല ഗട്ട്സ് ആണ് എന്ന് വേണേൽ പറയാം. അതല്ല വിശുദ്ധി. വിശുദ്ധി എന്ന് പറയുന്നത് വി ബിക്കം ലൈക്ക് ക്രൈസ്റ്റ് ഇൻ അവർ നേച്ചർ, ഇൻ അവർ ബിഹേവിയർ, ഇൻ അവർ ഗ്ലോറി. അത് കർത്താവിനെ പോലെ ആവുക എന്ന് പറയുന്നത് ബിയോണ്ട് അസ്. എനിക്ക് പറ്റുന്ന കാര്യമല്ല. അതാണ് രക്ഷ, ദൈവത്തിന്റെ ദാനം എന്ന് പറയുന്നത്. ഈ വിശ്വാസത്തോടെ ഞാൻ പിന്തുടരുന്നത് അതിമഹത്തായ ഒരു രക്ഷയാണ്. അതിൻ്റെ ഗ്ലോറി ഭയങ്കരമാണ്. ഇത് നമ്മൾ അത് ചിന്തിക്കാത്തവരാണ് നമ്മൾ ഈ
ഈ ചെറിയ നിസ്സാരമായ രൂപയിലും ഇതിലൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒതുക്കുന്നത്. അപ്പോൾ ദൈവത്തെ കാണുന്ന ആ ഒരു ലെവൽ ഓഫ് സാൽവേഷൻ, ആ ലെവൽ ഓഫ് പ്യൂരിറ്റി, അത് കർത്താവിൻ്റെ രക്തത്താൽ, അത് വീണ്ടും പറയുന്നുണ്ട്. അവന് മുമ്പ് നിൽക്കാന്നുള്ള നമ്മുടെ കോൺഫിഡൻസിനെ കുറിച്ച് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ പറയുന്നു. എന്താണ് പറയുന്നത്? എങ്ങനെയാണ് നമുക്ക് ഈ കോൺഫിഡൻസ് ഉണ്ടായത്? 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതന് നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ഈ വാക്യത്തിൽ നമ്മൾ കാണുന്ന അവന്റെ രക്തം മൂലം, അവന്റെ ശരീരം മൂലം, അവന്റെ പൗരോഹിത്യം മൂലം നമുക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക്, കർത്താവിന്റെ കൃപാസനത്തിലേക്ക് ഒരു പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഗിരിപ്രഭാഷണം വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, വി ആർ നോട്ട് കൺസിഡറിങ് ക്രൈസ്റ്റ്. ഇത് ഞാൻ ചെയ്യേണ്ട എന്തോ, അതായത് ക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പലപ്പോഴും ഈ ഗിരിപ്രഭാഷണത്തെ മോറൽ കമാൻഡ്മെന്റ്സ് ആയിട്ട് മാത്രം കാണുന്നത് കൊണ്ടാണ് അത് നമുക്ക് എത്തിപ്പറ്റാൻ പറ്റാത്ത ഒരു കാര്യമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. ഈ ഗിരിപ്രഭാഷണത്തിന്റെ അനുസരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിപ്പറ്റാൻ പറ്റില്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, അത് നമ്മുടെ എബിലിറ്റിയെ വെച്ച് നമ്മുടെ ഒരു മോറൽ കമാൻഡ്മെന്റ് എടുക്കുന്നതുകൊണ്ടാണ്. ഇഫ് ക്രൈസ്റ്റ് ഈസ് ഇൻ അസ്, നമ്മൾ ഓൾറെഡി കമാൻഡ്മെന്റിനകത്താണ്. ഇഫ് ക്രൈസ്റ്റ് ഈസ് ലിവിങ് ഇൻ അസ്, നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ആ നീതിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുവാൻ കർത്താവ് അവന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുന്നു പറഞ്ഞാൽ അവന്റെ രക്തത്താൽ. ഇവിടെ നമ്മൾ പറയുന്ന ദുർമനസാക്ഷി നീങ്ങുമാർ. അപ്പൊ ഹൃദയത്തെ അശുദ്ധമാക്കുന്ന പല കാര്യങ്ങൾ, അതിലൊന്നാണ് ഈ ദുർമനസാക്ഷി എന്ന് പറയുന്നത്. എന്താണ് ഹൃദയത്തെ അശുദ്ധമാക്കുന്നത്? ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ. ഈ ഹൃദയത്തെ അശുദ്ധമാക്കുന്ന ഹൃദയത്തിലെ വിചാരങ്ങൾ, ദൈവത്തെ മഹത്വപ്പെടുത്താത്തത് എന്തും അശുദ്ധമാണ്. ഇഫ് യു കാൺട്ട് ഗ്ലോറിഫൈ ഗോഡ് വിത്ത് വാട്ട് യു ഹാവ്, നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താത്ത ഒരു ഹൃദയം ഉണ്ടെങ്കിൽ അത് അശുദ്ധമാണ്. അതുപോലെ തന്നെയുള്ളൊരു സാധനമാണ് ഈ എന്താ പറയുന്നത്, ഈവിൽ കോൺഷ്യൻസ് അല്ലെങ്കിൽ ദുർമനസാക്ഷി എന്ന് പറയുന്ന സാധനം. മനസാക്ഷി നല്ലതാണെങ്കിലും അതിന് ദുർമനസാക്ഷിയായി കഴിയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. എന്താണ് ദുർമനസാക്ഷി? പത്രോസിന്റെ യൂദായുടെയും കഥ, ഇസ്കരിയോത്ത യൂദായുടെയും കഥ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദുർമനസാക്ഷി നമുക്ക് മനസ്സിലാവും. പത്രോസിന് കുറ്റബോധം ഉണ്ടായി, കരഞ്ഞു. പാവബോധമുണ്ടായി, കർത്താവിന് മുമ്പിൽ ഇരുന്ന് കരഞ്ഞു. യൂദായ്ക്കും കുറ്റബോധമുണ്ടായി, പക്ഷെ അവൻ അവിടെ നിന്ന് കരഞ്ഞില്ല. അവന്റെ മനസാക്ഷി കൊണ്ട് പറഞ്ഞു, യു ആർ ഔട്ട്, നീ നശിച്ചു, നീ ഇനി കർത്താവിൻ്റെ അടുത്തോട്ട് പോയിട്ട് കാര്യമില്ല, ഗോ ആൻഡ് ഡൈ. ഇതാണ് ദുർമനസാക്ഷി എന്ന് പറയുന്ന സാധനം. ഈ ദുർമനസാക്ഷി എപ്പോഴും നമ്മൾ പറയും, നിന്റെ കാര്യം പോക്കാണ്, നീ പുത്രനൊന്നുമല്ല. ആരും ഇങ്ങനെ പെരുമാറില്ലായിരുന്നു. അവൻ തന്നെ ഈ പിശാചിനെ നമ്മുടെ പാപം ചെയ്യിപ്പിച്ചിട്ട്, പിശാചിനെ നമ്മുടെ പുത്രത്വത്തെ സംശയിപ്പിച്ച് ഇനി മേലാ കർത്താവിൻ്റെ അടുത്ത് വരരുതെന്നുള്ള രീതിയിൽ നമ്മളെ ആക്കും. പതുക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകും. ഇത് കാരണം എന്ന് വെച്ചാൽ മനസാക്ഷി നമ്മെ ക്രിസ്തുവിൽ നകറ്റുന്ന അശുദ്ധിയിലേക്ക് നയിക്കുന്നത് വീണ്ടും. കാരണം ഞാൻ എൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് തോറ്റിട്ട് എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന ഒരു മനസാക്ഷിയിലേക്ക് എത്തിക്കുകയും കർത്താവിൻ്റെ അടുത്തേക്ക് പിന്നെ വരാതിരിക്കുന്നു. അനേകം യൗവനക്കാർ ഈ ദുർമനസാക്ഷിക്കകത്ത് പെട്ടിട്ടുണ്ട്. അനേകം യൗവനക്കാർ, അവർക്ക് ദൈവത്തിൻ്റെ അടുത്ത് കോൺഫിഡൻസോടെ പ്രവേശിക്കാൻ, ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിനെ ആശ്രയിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഉപദേശം സഭയിൽ വരുന്നില്ല. അതായത് യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണത്തെക്കുറിച്ചോ അവൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ചോ അവൻ്റെ നീതിയെക്കുറിച്ചോ ഇന്ന് പൊതുവെ സഭകളിൽ ഉപദേശമില്ലാത്തതുകൊണ്ട് തന്നെ അവർ ഇത്രയും വലിയ നീതിയുടെ ഉപദേശത്തിന് മുമ്പിൽ പതറി തന്നെ കുറ്റക്കാരെന്ന് വിധിച്ച് ദൈവത്താൽ തള്ളിക്കളഞ്ഞവരെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ദൈവത്തിനടുത്ത് നിങ്ങളൊക്കെ പൊക്കോ, ഞാനില്ല എന്ന് പറയുന്നവരുടെ ഉള്ളിൽ വലിയൊരു പങ്കാളുകളുടെ ഉള്ളിലും ഈ ദുർമനസാക്ഷി ഇരിപ്പുണ്ട്. ഈ ദുർമനസാക്ഷി എന്ന് പറയുന്നത് വിടാൻ എബ്രായ ലേഖനത്തിൽ പറയാനുള്ള കാരണം, നമുക്ക് കർത്താവിൻ്റെ അടുത്ത് ഏത് സമയത്ത് എത്ര ദൂരസ്ഥരായി നമ്മൾ പോയാലും ദാറ്റ് പ്രോമിസ് ഓഫ് സാൽവേഷൻ ഇസ് സ്റ്റിൽ റിമൈനിങ്. അതുകൊണ്ട് ഏത് സമയത്തും കൃപാസനത്തിലേക്ക് മടങ്ങി വരാൻ മാത്രമുള്ള പണി കർത്താവ് നമുക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് രക്ഷയുടെ വാഗ്ദത്തങ്ങളെ നമ്മൾ ഉറപ്പിച്ച് പഠിപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത്.
ഇവിടെ നമ്മൾ അടുത്ത വാക്യത്തിലേക്ക്, ഈ പ്യൂരിറ്റി ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന ഇറ്റ്സ് എ ലോങ് ടോപ്പിക്. നമ്മൾ വിശദീകരണത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. വിശദീകരണം എന്ന് പറയുന്നത് ദൈവത്തെ കാണുന്ന, അതാ 1 യോഹന്നാൻ 3 വരുമ്പോഴേക്കും ദൈവത്തെ കാണുന്ന രീതിയിൽ നമ്മൾ അവനെ പോലെ ആകും. നമ്മളിൽ ദൈവിക ഗുണങ്ങൾ നിറഞ്ഞ് നമ്മൾ കർത്താവ് സംസാരിക്കുന്ന പോലെ സംസാരിക്കും. അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഗിഫ്റ്റ് ഈസ് നോട്ട് ദാറ്റ് വി വിൽ സിറ്റ് ഇൻ എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. പല ആൾക്കാരും വിചാരിക്കും നമ്മൾ സ്വർണ്ണ തെരുവീതിയിലൊക്കെ നടക്കുന്നത് എന്ത് രസമായിരിക്കുന്നു. നോ, അതിനകത്ത് വലിയ രസമൊന്നുമില്ല. ഇതൊക്കെ സ്വർണ്ണമില്ല, എന്തായാലും കണ്ടാൽ കുറെ കഴിയുമ്പോൾ മടുക്കും. സ്വർണ്ണത്തിന് ഇത്ര വാല്യൂ എന്നുള്ളത് അത് കുറച്ചുള്ളതുകൊണ്ടും അവിടെ ഇവിടെയൊക്കെ ഇത്തിരി ഇത്തിരി കാണുന്നതുകൊണ്ടോ, എവിടെ തിരിഞ്ഞാലും സ്വർണ്ണമാണെങ്കിൽ പിന്നെ ഇത് ആരാ മൈൻഡ് ചെയ്യും. ആ മനോഹരത്വം കാണിക്കാൻ വേണ്ടി സ്വർണം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, അല്ലാതെ അത് ലിറ്ററലി ഇവിടെ കാണുന്ന ഓറം എന്ന് പറയുന്ന ആ സാധനം അല്ല. ദാറ്റ്സ് ദ ഓൺലി വേ ദാറ്റ് ദോസ് അപ്പോസിൽസ് കുഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. എനിക്കും അവിടുത്തെ ബ്യൂട്ടി എന്ന് പറയുന്ന കർത്താവാണ്. നമ്മുടെ ട്രഷർ ബിക്കം ലൈക്ക് ഹിം എന്നുള്ളതാണ്. അതിനപ്പുറത്തൊന്നുമില്ല. ക്രൈസ്റ്റ് ഈസ് അവർ ട്രഷർ ആൻഡ് റിവാർഡ്. അത് ഇവിടെ ആയാലും അവിടെ ആയാലും അങ്ങനെ തന്നെയാണ്. ദർ ഇസ് നത്തിങ് എൽസ് ഇൻ വിച്ച് വി ക്യാൻ ഗ്ലോറി എക്സെപ്റ്റ് ഇൻ ക്രൈസ്റ്റ്. അവിടെയാണ് നമ്മൾ ഈ പ്യൂരിറ്റി, ക്രിസ്തുവിനെ കാണുന്ന, ദൈവത്തെ കാണുന്ന, ക്രിസ്തുവിലൂടെ ദൈവത്തെ കാണുന്ന ആ പ്യൂരിറ്റിയിലേക്ക് നമ്മൾ ചെല്ലും. ദീസ് ബിയാറ്റിറ്റ്യൂഡ്സ് മറ്റേത് വാക്യങ്ങളെക്കാളും ഡീപ്പായിട്ടാണ്. അതായത് നമ്മുടെ ഇത് കഴിഞ്ഞ ശേഷമുള്ള നമ്മൾ ഇൻസ്ട്രക്ഷൻസിലോട്ട് വരുമ്പോൾ ഇറ്റ്സ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ദാൻ ദീസ് ബിയാറ്റിറ്റ്യൂഡ്സ്. ബിയാറ്റിറ്റ്യൂഡ്സിനകത്ത് ഡീപ്പർ സ്പിരിച്വൽ, കാരണം ഇത് നമ്മുടെ തന്നെ ബിയാറ്റിറ്റ്യൂഡ്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് പറയുന്നില്ലെങ്കിലും ഇത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും കൂടെയാണ് പറയുന്നത്. ഹൗ ആർ വി ലുക്കിംഗ് അറ്റ് അതേഴ്സ്, ഹൗ ആർ വി ലുക്കിംഗ് അറ്റ് അവേഴ്സെൽവ്സ്, ഹൗ ആർ വി ലുക്കിംഗ് അറ്റ് ഗോഡ്. നമ്മുടെ വേൾഡ് വ്യൂ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അത് രണ്ടും 10-ാമത്തെ ഒന്നിച്ച് വായിക്കാം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച്. സമാധാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. എങ്ങനെയാണ് ഈ സമാധാനം ഉണ്ടാകുന്നത്? ഞാൻ പലപ്പോഴും ഈ സമാധാനം ഉണ്ടാക്കാൻ പരിശ്രമിച്ചിട്ട് തോറ്റുപോവുകയും ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലായിടത്തും ഈ സമാധാനം ഉണ്ടാവുകയില്ല. എന്നാൽ കോംപ്രമൈസ് ചെയ്താൽ എല്ലായിടത്തും സമാധാനം ഉണ്ടാവും. കോംപ്രമൈസ് ചെയ്താൽ നമുക്ക് സമാധാനം ഉണ്ടാവും. ഇപ്പൊ മാതാപിതാക്കൾ പറയുകയാണ്, നീ ഒരു മിഷണറി ആയിട്ട് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ മക്കൾ പറയാണ്, അപ്പന് ഇഷ്ടമില്ലേ എന്നാൽ ഞാൻ പോകുന്നില്ല. ഓക്കെ ഫൈൻ, കോംപ്രമൈസ് ആയി, സമാധാനമായി അല്ലേ? അപ്പൊ സമാധാനം ഉണ്ടാകാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ മതി. ഭാര്യ പറയണം, ആ ആൾക്കാരോട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഭർത്താവ് പറയണം, ഓ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനും മിണ്ടുന്നു. പാസ്റ്ററാണ്. ആ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഭർത്താവ് മിണ്ടുന്നില്ല. സമാധാനമായി വീട്ടില്. അപ്പൊ സമാധാനം നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം? ഒന്ന് കോംപ്രമൈസ് കൊടുത്താൽ മതി. ഈ സമാധാനം ഉണ്ടാക്കാൻ നമ്മൾ നടന്നാൽ അവസാനം നമ്മളുണ്ടാവില്ല. ബിക്കോസ് കോംപ്രമൈസ് ഡസ് നോട്ട് ബ്രിങ് പീസ്. അവിടെ ഇത്തിരി വഴക്കുണ്ടാകുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഈ സമാധാനം എന്ന് പറയുന്നത് ലോകം തരുന്ന പോലത്തെ ഒരു സമാധാനമല്ല. ഈ ലോകത്തിന്റെ സമാധാനം ഈസ് ഓൾവേസ് ബ്രോക്കേഡ് പീസ്. ബട്ട് ഗോഡ്സ് പീസ് ഈസ് സ്പിരിച്വൽ കണ്ടീഷൻ, സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഈ സമാധാനം എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ ഇറ്റ്സ് കോസ്റ്റ്ലി. വി ലൂസ് അവേഴ്സെൽവ്സ് സംടൈംസ്. അതായത് യഥാർത്ഥ സമാധാനം, ഞാൻ പണ്ടിങ്ങനെ ആലോചിക്കുമായിരുന്നു, നേരത്തെ മനുഷ്യരുമായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു, ദൈവമായിട്ടായിരുന്നു ക്രോസ്, ഭയങ്കര ഉടക്കായിരുന്നു, അവിടെ ശത്രുത്വമായിരുന്നു. ഇപ്പൊ അവിടെ ഭയങ്കര സമാധാനമായപ്പം ഈ മനുഷ്യര് നമുക്കെതിരാണ്. ഞങ്ങൾ ഈ രസകരമായ ചില അനുഭവങ്ങളിലൂടെ ഞങ്ങളുടെ സഭ ഞാനൊക്കെ കടന്നുപോയ കുറെ ആഴ്ചകളായിരുന്നു. ഇവിടെ ഞാൻ കേട്ടത് 2-3 സാഹചര്യങ്ങളിലൂടെ ഞാൻ കേട്ടത് മിഷണറി വേലയോടുള്ള ഭയങ്കരമായ വൈരാഗ്യം. ഈ വൈരാഗ്യം എന്ന് പറഞ്ഞത് വേറെ ആരെങ്കിലും മിഷണറായിട്ട് പോകുമ്പോഴല്ലാണ്ട് അവരവരുടെ പിള്ളേർ പോകുമെന്നുള്ള പേടി കാണും. പാസ്റ്റർമാരും, ഒരു പാസ്റ്റർ ഇവിടെ ഇരുന്ന് അലറി വിളിച്ച് എൻ്റെ വീഴുമിരുന്ന്, എൻ്റെ മക്കളെങ്ങാനും മിഷണറി വേലയ്ക്ക് പോയാൽ ഞാൻ ചേസ് ജോസഫ് പാസ്റ്ററിനെതിരെയും അവരുടെ സഭയ്ക്കെതിരെയും കേസ് കൊടുക്കും. I literally saw the enmity to the cross. അതൊരു പ്രാവശ്യമല്ല. അപ്പോൾ സമാധാനം എങ്ങനെ ഉണ്ടാക്കും? അപ്പൊ ഞാൻ ആ പാസ്റ്റർ പറയണം, പാസ്റ്ററെ
ഒരു കാരണവശാലും ഞാനത് ചെയ്യത്തില്ല. എനിക്ക് നിങ്ങളോട് സമാധാനമായിട്ട് പോയാൽ മതി. ഇതിനെയാണ് നമ്മൾ ഡിപ്ലോമസി എന്ന് പറയുന്നത്. നയമാണ് അത്, സമാധാനമല്ല. ഇറ്റ്സ് നോട്ട് ഗോഡ്സ് വിൽ. നമുക്ക് എല്ലാവരുമായിട്ട് സമാധാനത്തിൽ പോവുകയും അതേ സമയത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. വി ഷുഡ് ബി കറേജിയസ്, ബോൾഡ് ഇനഫ് ടു റഫിൾ ദ ഫെദേഴ്സ്. റഫിളിങ് ദ ഫെദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോഴി അല്ലെ പക്ഷി എടുത്തിട്ട് തലേന്ന് താഴോട്ട് ഇങ്ങനെ തടവിയാൽ അതിന് അസ്വസ്ഥതയില്ല. തിരിച്ചും തടവി നോക്കി, അത് അസ്വസ്ഥത ഉണ്ടാക്കും, അത് ഓർഡറിനെ നശിപ്പിക്കും. അതെ, തലമുടിയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സൈഡിലേക്ക് ഇങ്ങനെ കാണിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ തിരിച്ചു കാണിക്കുമ്പോൾ. അപ്പൊ കർത്താവിൻ്റെ ഈ കാഴ്ച നമ്മൾ വേറൊരാളെ മുമ്പിൽ വരുത്തുമ്പോഴേക്കും നാച്ചുറലി ദർ ഇസ് സ്ട്രഗിൾ, കോൺഫ്ലിക്റ്റ്. ഈ കോൺഫ്ലിക്റ്റ് ഇല്ലാതിരിക്കത്തില്ല. കോൺഫ്ലിക്റ്റ് ഇല്ലാതെ സുവിശേഷ വേല ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ തന്നെ ജഡത്തോടുള്ളൊരു കോൺഫ്ലിക്റ്റ്, എൻ്റെ ചുറ്റുമുള്ളവരുടെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ പോയി മിഷണറി ആവൽ, ഈ മിഷണറി ആവരുതെന്ന് പറഞ്ഞ് കരയാനുള്ള കാരണം എന്താണ്? ഭയങ്കര സ്നേഹം കാരണമാണ്. മക്കളോടുള്ള സ്നേഹം. അവരെവിടെയെങ്കിലും പോയി $4 സമ്പാദിച്ച് വരുന്നതിന് പകരം എവിടെയെങ്കിലും ഏതോ മരുഭൂമി പോയി കഷ്ടപ്പെടാനല്ല എൻ്റെ പിള്ളേരെ വളർത്തിയത്. ഫ്ലഷ് ലവ്. ഈ ഫ്ലഷ് ലവിനകത്ത് സമാധാനം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ വി വിൽ നോട്ട് ബി എ ഡിസൈപ്പിൾ. എന്നേക്കാൾ കൂടുതൽ അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ സഹോദരങ്ങളെയോ ആരെ സ്നേഹിച്ചാലും അവൻ എനിക്കുള്ളവനല്ല. ദാറ്റ് ഈസ് ഷാർപ്പ്. അപ്പൊ സമാധാനം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? സമാധാനം ഉണ്ടാക്കുന്നത് കർത്താവിൻ്റെ ടേംസിലാണ്. കർത്താവിൻ്റെ ടേംസിലാണ്. നമ്മൾ സമാധാനം ഉണ്ടാക്കി എന്ന് വിചാരിച്ചുണ്ടാകണമെന്നില്ല. ഉദാഹരണത്തിന്, ഹു ഈസ് എ റിയൽ ഡിസൈപ്പിൾ? വാട്ട് ഈസ് ദ പീസ് ദാറ്റ് ഹി ട്രൈസ് ടു ബ്രിങ്? ദൈവവുമായുള്ള സമാധാനം മനുഷ്യരുമായുള്ള സമാധാനത്തിലേക്ക് നമ്മളെ നയിക്കണം, നോട്ട് ദ അതർ വേ അറൗണ്ട്. മനുഷ്യരുമായിട്ടുള്ള സമാധാനം ഒരിക്കലും ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കില്ല. എന്നാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സമാധാനം മനുഷ്യരുടെ അടുത്തേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റും. അത് അനേകം ആൾക്കാർക്ക് സമാധാനം കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം ഐ ഹാവ് എ പീസ് ഓഫ് മൈൻഡ്. എൻ്റെ മൈൻഡ് മിക്കവാറും സമയത്തെല്ലാം സ്വസ്ഥമാണ്. ബിക്കോസ് ഐ നോ വാട്ട് ദ ലോർഡ് ഈസ് ഡൂയിങ്. നമ്മൾ വിശ്വാസത്തിൽ വരുമ്പോൾ, മുമ്പോട്ട് വളരുമ്പോൾ, our minds has to be set at peace. ഓക്കെ? അപ്പോൾ സമാധാനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാറുന്നതാണ് പറഞ്ഞത്. ഇപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട്, ഞാൻ ഓർത്തഡോക്സ് ചർച്ച് വിട്ട് ഇറങ്ങുന്നത് 16-ാം വയസ്സിലാണ്. ഈ ഓർത്തഡോക്സ് ചർച്ചിൽ നിന്ന് 16 വയസ്സിൽ ഞാൻ ഇറങ്ങുന്നു. 21-ാം വയസ്സിലാണ് ഞാൻ സ്നാനപ്പെടുന്നത്. അപ്പൊ ഈ സമയത്ത് എൻ്റെ ചിന്ത എൻ്റെ പേരൻസ് ഒടുക്കുമെന്നായിരുന്നു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, അവർ കൊടുക്കില്ല. അവര് അതിന് കൂടെ നിന്നു. ഞാൻ സ്നാനപ്പെടാൻ നേരത്തെ എൻ്റെ അഡീഷണൽ വസ്ത്രങ്ങളുമായി എൻ്റെ പേരൻസ് വന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഇത്തിരി എതിർപ്പ് വേണമായിരുന്നു. എനിക്കത് ഇഷ്ടമായിരുന്നു. കർത്താവിന് വേണ്ടി നമ്മളെ വൈബ്രേഷൻ, നിന്നയും കഷ്ടത അനുഭവിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട അങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കേട്ടിട്ടുള്ളതുകൊണ്ട് ഇത്തിരി എതിർപ്പ് വന്നാലും കുഴപ്പമില്ലെന്നുള്ളതാണ് എൻ്റെ. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവർ എതിർത്തില്ല. അപ്പോൾ ഓർത്തഡോക്സ് ചർച്ച് തെറ്റാന്ന് മനസ്സിലായി, വിഗ്രഹാരാധന എന്ന് മനസ്സിലായി. പക്ഷെ വീട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി, അപ്പന് വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും ആ വിഗ്രഹത്തെ വണങ്ങുന്നു. വീട്ടിൽ നല്ല സമാധാനമുണ്ട്, ഭയങ്കര സമാധാനം. അപ്പനനുസരിക്കുന്ന മകനാണ്. പക്ഷെ ഇപ്പോഴും ആ പഴയതിനെ പോയി വണങ്ങുന്നു. അങ്ങനെ വണങ്ങുമ്പോൾ അപ്പനും വീട്ടിലെല്ലാവർക്കും ഭയങ്കര സമാധാനം ഉണ്ടാക്കിയോ അയാള്? ഇല്ല. അയാൾ അവരെല്ലാം നരകത്തിലേക്ക് വിടുകയാണ്. When you know the truth shall set you free, and that will free people around you. എൻ്റെ വീട്ടിലുള്ളവർ അത് മനസ്സിലാക്കണമെങ്കിൽ ഞാനതിന് വില കൊടുക്കേണ്ടത്ര വലിയ ട്രൂത്താണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് അവരെ ബോധ്യപ്പെടുത്തണം. If I know the truth and I still remain in darkness, അവർ വിചാരിക്കുക അവൻ എന്ത് ട്രൂത്ത്, അവൻ ഇപ്പോഴും ഇവിടെ വരുന്നുണ്ടല്ലോ, ഇറ്റ്സ് നോട്ട് വെരി വാല്യുബിൾ. അതേസമയത്ത് ഈ സത്യത്തിന് വേണ്ടി ജീവിതം വരെ പോയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുമ്പോഴല്ലേ അവരുടെ ഉള്ളിലേക്ക് എന്താണ് ട്രൂത്ത് എന്ന് അവർക്ക് മനസ്സിലാകുന്നത്. ദാറ്റ് വിൽ ലിബറേറ്റ് ദം. അങ്ങനെ സമാധാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പ്രീച്ച് ദ ട്രൂത്ത്, ഫേസ് ദ കോൺസിക്വൻസസ്, ബി അറ്റ് പീസ് വിത്ത് യുവർ സെൽഫ്,
ദൈവം അവർക്ക് സമാധാനം ഉണ്ടാക്കിക്കോളും. പക്ഷെ നമ്മൾ വഴക്കാളികളാകാതിരിക്കാൻ വേണ്ടിയും കൂടെയാണ് കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഇന്നലെ സൗമ്യതയുടെ കാര്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇണങ്ങിയ നായുടെ സ്വഭാവം, എപ്പോഴും കുരയ്ക്കുന്ന ഒരു പട്ടി ഒരു സമാധാനം ഉണ്ടാക്കുന്നില്ല ആർക്കും. ഓക്കെ, സോ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുകയും. ചില ആൾക്കാരുടെ കഴിവ് ഭയങ്കരമാണ്. അവര് ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ, ഇന്നലെ ഞങ്ങൾ ഒരു ചർച്ച ചെയ്യുമായിരുന്നു അവിടെ വീട്ടിൽ. ചില ആൾക്കാർ ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കുറ്റങ്ങൾ 2 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കും. ഭയങ്കര ശ്രൂഡാണ്. നമുക്കിത് എത്ര കണ്ടാലും മനസ്സിലാവില്ല. ചില ആൾക്കാർ മനസ്സിലാകത്തില്ല. ഞാൻ പറയാറുണ്ട്, മനസ്സിലാകാതിരിക്കുന്ന നല്ലത്. കാരണം സ്നേഹം സകലതും വിശ്വസിക്കുന്നു. ചിലപ്പോൾ മണ്ടത്തരം പറ്റുമായിരിക്കും, സാരമില്ല. ബട്ട് സ്നേഹിച്ചും വിശ്വസിച്ചിട്ടുമാണല്ലോ, അല്ലാതെ അവിശ്വസിച്ചിട്ടും വെറുത്തിട്ടും അല്ലല്ലോ. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ബിലീവ് ആൻഡ് ദെൻ ഗെറ്റ് ചീറ്റഡ് ദാൻ ഡിസ്ബിലീവ് ആൻഡ് ത്രോ അവേ സമ്മൺ. ഇതാണ് ഈ ഗിരിപ്രഭാഷണത്തിന്റെ ഒരു പൊരുൾ. ബി അറ്റ് ദ സഫറിങ് എൻഡ്. കഷ്ടതയുടെ സൈഡിലേക്ക് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഹൃദയശുദ്ധി എന്ന് പറയുന്നത് സമാധാനം ഉണ്ടാകും. ഈ സമാധാനം ഉണ്ടാകുന്ന കഷ്ടതയുടെ സൈഡിലേക്ക് നമ്മൾ മാറുമ്പോൾ സമാധാനം ഉണ്ടാവും. ക്രൂശിന്റെ സൈഡിലേക്ക് നമ്മൾ മാറുമ്പോൾ സമാധാനം ഉണ്ടാവും. ഒരു പ്രൊവോക്കേഷൻ നമ്മൾ കീഴടങ്ങാതിരിക്കുമ്പോൾ സമാധാനം ഉണ്ടാവും. ഇത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഹാർഡ് സാധനമാണ് ശരിക്കും സ്ട്രോങ് എന്നാണ്. പക്ഷെ അല്ല. ഹാർഡ് സാധനങ്ങൾ പലപ്പോഴും ബ്രിട്ടിലായിരിക്കും. ഇപ്പൊ ഒരു ഗ്ലാസ്, ഒരു ഇത്തിരി ഗ്ലാസ്, ഇതാ ഒരു ഗ്ലാസ്. ഓക്കെ, ഈ ഗ്ലാസ് ആണോ സ്ട്രോങ്? ഇത്രയുമുള്ള ഒരു റബ്ബർ പീസാണ് ഏതാ സ്ട്രോങ്? സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രോങ്. ഇത് താഴെയിട്ടാലും ഒന്നും പറ്റില്ല, ഇത് താഴെ പൊട്ടും. അപ്പൊ നമ്മൾ കട്ടിയുള്ള ഹൃദയമല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹൃദയം. അത് ഒരേ സമയത്ത് സോഫ്റ്റ് ആൻഡ് സ്ട്രോങ് ആണ് സമാധാനം ഉണ്ടാക്കുന്ന ഹൃദയം. ഒരു അൺകോംപ്രമൈസിങ് ആണ്, പക്ഷേ അവർ സോഫ്റ്റുമാണ്. അതൊരു പ്രത്യേകമായ ക്യാരക്ടർ. അത് കർത്താവിന് മാത്രമുള്ളൊരു ക്യാരക്ടറാണ്. ബി 100% പ്യുവർ, 100% ഫ്ലെക്സിബിൾ ടു അതേഴ്സ്. നമ്മുടെ അടുത്തൊക്കെ ആൾക്കാർക്ക് ഒരു ഇത്തിരി വിശുദ്ധി ഉണ്ടായാൽ ആ വഴി ആർക്കും പോകാൻ പറ്റില്ല. എന്താ ഒരു ഗൗരവമായിരിക്കും. ഈ പഴയകാലത്തെ പാസ്റ്റർപ്പച്ചന്മാർ അങ്ങനെയാണ്. അവരെ മുമ്പിൽ ഇരിക്കാൻ പിള്ളേർക്ക് പേടിയാണ്. കാരണം അവർ ഭയങ്കര അതിവിശുദ്ധിയുടെ ആൾക്കാരാണ്. ഇപ്പം അങ്ങനെയുള്ളവർ കുറഞ്ഞു. കാരണം വിശുദ്ധിയുടെ മാനദണ്ഡം തന്നെ പോയതുകൊണ്ട് അങ്ങനെയുള്ളവർ കുറഞ്ഞു. പണ്ട് അങ്ങനെയൊക്കെയുള്ളവർ ഭയങ്കര അയ്യോ അപ്പച്ചൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബഹുമാനം, മുട്ടിലെഴയുന്ന രീതിയിലുള്ള ബഹുമാനം. വലിയ വിശുദ്ധിയുടെ ഒരു ഹാരം ഉള്ളതുകൊണ്ടാണ്. കർത്താവ് അങ്ങേയറ്റം വിശുദ്ധനായിരുന്നെങ്കിലും അവൻ്റെ അടുത്ത് ഏത് വേശ്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ചെല്ലായിരുന്നു. അതാണ് സോഫ്റ്റ് ബട്ട് അൺകോംപ്രമൈസിങ്. ആർക്കും അവിടെ അസ്വസ്ഥതയില്ല. മിറാക്കുലസ് ക്യാരക്ടർ. ഒരു മിറക്കിളാണ് കർത്താവ്. ഈസ് എ മിറക്കിൾ ഹിംസെൽഫ്, ഹിസ് ക്യാരക്ടർ. നമ്മൾ അങ്ങേയറ്റം വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുകയും ഏത് വേശ്യയ്ക്കോ കള്ളനോ ചുങ്കക്കാരനോ പിള്ളേർക്കും നമ്മുടെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ആലോചിക്കുക. ഇതിനെയാണ് യോഹന്നാൻ പറയുന്നത്, അവൻ ഞങ്ങളുടെ ഇടയിൽ പാർത്തപ്പോൾ അവന് കൃപയും സമാധാനവും നിറഞ്ഞിരുന്നു. ആ കൃപ എന്ന് പറയുന്നത് അസാമാന്യമായൊരു തേജസ്സായിരുന്നു. അതിലേക്ക് ഞങ്ങളെല്ലാം ഇങ്ങനെ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. നോ വൺ കുഡ് ഗോ അവേ ഫ്രം ഹിം, നോ വൺ കുഡ് ജസ്റ്റ് ബൈപ്പാസ് ഹിം. അല്ലെങ്കിൽ ഒരു ചില്ലുകൂട്ടിലോട്ട് പോകുന്ന ഒരു ടൈപ്പ് ഒരു വിശുദ്ധി ആയിരുന്നില്ല അത്. നാട്ടുകാരുടെ ഇറങ്ങി നടക്കുന്ന, മാർക്കറ്റിലൂടെ ഇറങ്ങി നടക്കുന്ന, റോഡിലൂടെ നടക്കുന്ന പാവങ്ങളോട്, പാപികളോട് സംസാരിക്കുന്ന ഒരു പ്രത്യേക തരം വിശുദ്ധിയായിരുന്നു. ഇന്ന് നമ്മൾ സെപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താ, എവിടെയും മറ്റുള്ള ഞാൻ അവരോടൊന്നും മിണ്ടാറില്ല, ആ ടൈപ്പുള്ള ഒരു വിശുദ്ധി. അതല്ല വേർപാട്. അവരുടെ നടുവിലൂടെ നടന്നിട്ട് അൺകോംപ്രമൈസിങ് ആയിരിക്കുക എന്നുള്ളതാണ്. അത് കർത്താവിന് മാത്രമല്ല, അത് കർത്താവിൻ്റെ ക്യാരക്ടറാണ് ആത്മാവ് നമുക്ക് തരുന്നത്. വെൻ വി ആർ സാങ്ക്ടിഫൈഡ് വി ഗെറ്റ് ദറ്റ് ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ് വെർ വി ക്യാൻ ഗോ എനിവെയർ, ടോക്ക് ടു എനി പേഴ്സൺ. നമ്മുടെ ചർച്ചയിൽ ഒരു വേശ്യ സ്ത്രീ വരുന്ന മാനസാന്തരപ്പെടും. അവരെ 10 കിലോമീറ്റർ അടുത്തോടെ വരത്തില്ല. ബിക്കോസ് വി ആർ സോ ഫാരിസൈക്ക്. അവർക്ക് വേണ്ടി ഇത് തുറന്നിട്ടില്ല ഇപ്പോഴും. അവർ ദൂരെ നിന്ന് വരുമ്പോഴേ നമ്മൾ പറയും ഇങ്ങനെയുള്ളവർ ഇവിടെ ഒന്നും ഞങ്ങളില്ല.
ബിക്കോസ് അവർ ചർച്ച് ഈസ് നോട്ട് കേപ്പബിൾ. ഈവൻ നമ്മുടെ ചർച്ച് മറ്റ് ജാതികളിൽ നിന്ന് വരുന്നവരെ പോലും ശുശ്രൂഷിക്കാൻ കേപ്പബിൾ അല്ല. അപ്പോഴാണ് ഇങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കാൻ കേപ്പബിൾ. നോ, മോസ്റ്റ് ഓഫ് അവർ ചർച്ചസ് ആർ ഇൻകേപ്പബിൾ ഓഫ് മിനിസ്റ്ററിങ് ടു സച്ച് സിന്നേഴ്സ്, ബിഗ് സിന്നേഴ്സ്. സ്മോൾ സിന്നേഴ്സ് ഓക്കെ, ബിഗ് സിന്നേഴ്സ് നമുക്ക് വേണ്ട. അവരെ പിന്നെ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഇപ്പൊ മാനസാന്തരപ്പെട്ടവരെ കാണിച്ചാൽ അവരുടെ ഒറിജിനൽ സ്വഭാവം, അപ്പൊ നമുക്ക് കർത്താവിൽ എന്ത് വിശ്വാസമുണ്ട്? നമ്മുടെ ഒറിജിനൽ സ്വഭാവം ഇപ്പോഴും കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ സ്വഭാവം മാറില്ല എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നമ്മളെ കർത്താവ് മാറ്റിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് അവരാരും മാറില്ല നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ സമാധാനം ഈ ലോകത്ത് മുഴുവൻ ഉണ്ടാക്കാൻ ശക്തിയുള്ളൊരു സുവിശേഷമാണ്. ലോകത്ത് അവനെ വിശ്വസിക്കുന്നവർക്ക് എല്ലാം സമാധാനം കൊടുക്കുന്നു. ആ ഒരു സുവിശേഷമാണ് നമ്മുടെ കയ്യിരിക്കുന്നത്. പക്ഷെ അത് പ്രയോജനം ചെയ്യാതെ പോകുന്നത് നമ്മൾ വിശുദ്ധീകരണത്തിൽ വളരാത്തതുകൊണ്ടാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈവൻ ഇൻസൈഡ് എ മാരേജ്. അപ്പം നമ്മളൊരു ഈ മാരേജിന്റെ കോണ്ടെക്സ്റ്റിൽ ഞാൻ ഈ സമാധാനം എന്ന വിഷയത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്ഥിരം പ്രശ്നമായി കഴിഞ്ഞാൽ ഇവരൊരു സൈക്കോളജിസ്റ്റിൽ കൗൺസിലറെ സമീപിക്കും. കൗൺസിലർ ഒരു വര വരയ്ക്കും. എല്ലാ കൗൺസിലർമാരും അല്ല കേട്ടോ, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. അതിനറ്റത്ത് എ, ഇപ്പുറത്ത് ബി, അല്ലെ അപ്പുറത്ത് ഹസ്ബൻഡ്, ഇങ്ങേറ്റത്ത് ഹസ്ബൻഡ്, അങ്ങേറ്റത്ത് വൈഫ്. അപ്പൊ ഇവർ തമ്മിൽ ഒരു കോംപ്രമൈസിങ് ഉണ്ടാക്കണമെങ്കിൽ രണ്ടുപേരും നടുക്കോട്ട് നടക്കണം, ശരിയല്ലേ? പക്ഷെ നടക്കുന്ന ദൈവഹിതമാണോ? അത് കൗൺസിലർ അറിയേണ്ട കാര്യമില്ല. എന്നാൽ യഥാർത്ഥ പീസ് എവിടെ ഉണ്ടാക്കേണ്ടത്? ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ഹസ്ബൻഡ് പറയുന്നതാണ് ദൈവഹിതമെങ്കിൽ, ക്രിസ്തുവിന് യോജിച്ചതെങ്കിൽ, ഗിരിപ്രഭാഷണത്തോട് അവൻ്റെ നീതിയോട് യോജിക്കുന്നെങ്കിൽ ഭാര്യ ഭർത്താവ് പറയുന്നത് കേൾക്കണം. അവിടെയാണ് സമാധാനം. ഇനി ഭാര്യ പറയുന്നതാണ് കർത്താവിൻ്റെ മനസ്സെങ്കിൽ ഭർത്താവ് പറഞ്ഞു എൻ്റെ ഭാര്യ പറയുന്നത് ഞാൻ കേൾക്കുന്ന ആളല്ലെന്ന് പറയരുത്. ബിക്കോസ് ത്രൂ യുവർ വൈഫ് ഗോഡ് ഈസ് ടോക്കിംഗ്. അപ്പോൾ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഭാര്യ പറയുന്നിടത്തേക്ക് പോകണം. അപ്പൊ ഇവിടെ എല്ലാം ഈ പീസ് എന്ന് പറയുന്ന ദൈവത്തിൽ നിന്ന് വരണം, അല്ല നമ്മുടെ കോംപ്രമൈസിൽ നിന്നല്ല വരുന്നത്. അങ്ങനെ ക്രിസ്തുവിന് സബ്മിറ്റഡ് ആകുന്ന ഒരു കുടുംബത്തിന് മാത്രമേ അൾട്ടിമേറ്റ്ലി സാങ്ക്ടിഫൈഡ് ആകാൻ പറ്റുള്ളൂ. നെവർ ഹാപ്പൻസ് ബൈ കോംപ്രമൈസ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യമാവും. ഈ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമോ? നമ്മൾ ആരെങ്കിലും അങ്ങനെ ഉപദ്രവിക്കപ്പെടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മിക്കവാറും ആൾക്കാരെല്ലാം ഉപദ്രവിക്കപ്പെടുന്ന കയ്യിലിരിപ്പ് കാരണമാണ്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുക എന്ന് പറയുന്നത്, എനിക്ക് ഈ കർത്താവിന്റെ ലൈഫ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, എത്ര സ്നേഹത്തോടെ നീതിയോടെയും പെരുമാറുന്നു അത്രയും ശത്രുക്കളെ ഉണ്ടാക്കും. അത് ക്രിസ്ത്യ ജീവിതത്തിന്റെ പ്രത്യേകതയാണ്. 2002 ഞാൻ എൻ്റെ ഒരു സഹോദരി ക്രിസ്തുവിലുള്ള സഹോദരിയോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ ഒരു 10-20 വർഷം കഴിയുമ്പോൾ നല്ല വഴക്കായിരിക്കും, പരസ്പരം മിണ്ടാൻ സാധ്യതയില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് പിണങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്കതൊരു ഉത്തരം ഉണ്ടാവില്ല. മീൻസ് അകാരണമായി വെറുക്കപ്പെടുവാൻ ക്രിസ്ത്യാനിക്ക് പറ്റും. There will be no reason why these people don't like us. പക്ഷെ അവർക്ക് ഇഷ്ടം. അപ്പൊ ആ സഹോദരി പറഞ്ഞു നമുക്കൊന്ന് നോക്കാം. അവരിപ്പോഴും നല്ല സ്നേഹത്തിലാണ് സഹോദരൻ. അവിടെ ഞാൻ പറഞ്ഞ നടന്നില്ല. ബട്ട് യൂഷ്വലി ഇറ്റ് ഹാപ്പൻ. അതായത് എന്താണെന്നറിയത്തില്ല, അയാളെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹീസ് ലിവിങ് അനദർ ലൈഫ്. നമ്മുടെ രീതിയിലല്ല അയാൾ ചിന്തിക്കുന്നത്. അപ്പൊ സ്ലോലി ഒരു വെറുപ്പ്, അത്രയും നീതി വേണ്ട. അപ്പൊ ഞാൻ ജാതി വ്യവസ്ഥയെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞ് ഒരു കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തു. പക്ഷെ എനിക്ക് രസകരമായിട്ട് തോന്നിയതും വേദനാജനകമായിട്ട് തോന്നിയതും അതിൻ്റെ പുറകെ ഈ ആളുകളെല്ലാം ആക്ഷേപിച്ചുകൊണ്ടുള്ള കുറെ കാര്യങ്ങൾ എൻ്റെ പുറകെയാണ്. കാരണം ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, ഇതിനൊന്നും ഡിഫെൻഡ് ചെയ്യാനൊന്നും പോകണ്ട, പോട്ടെ, ഇതുവഴിയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ. ദിസ് ഈസ് ഹൗ ദ ബോഡി റിയാക്ട്സ്. ഇങ്ങനെയാണ് ഈ ബോഡി ഒരു പ്രതിസന്ധിയോട് റിയാക്ട് ചെയ്യുന്നത്. ലെറ്റ് ദം റിയാക്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കോൺസിക്വൻസസ്, നമ്മൾ നീതിക്ക് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ കോൺസിക്വൻസസ് തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ബിക്കോസ് ഈ സമൂഹത്തിന് ഈ കർത്താവിന് ഇഷ്ടമാണെങ്കിലും കർത്താവ് എന്തെങ്കിലുമൊക്കെ തരുന്നതുകൊണ്ടായി ഇഷ്ടം, അല്ലാതെ കർത്താവിൻ്റെ നീതിയോട് വലിയ സ്നേഹമൊന്നുമില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, സാധാരണ പറയാറ് ഒരു അപ്പന് 2 ഏക്കർ സ്ഥലവും 2 മക്കളും ഉണ്ടെങ്കിൽ
ഓരോ ഏക്കർ വെച്ച് കൊടുക്കുന്നതാണ് നീതി. അത് ഏത് മനുഷ്യനും അറിയാം, ലോകത്തിലെ എല്ലാ മനുഷ്യനും അറിയാം. അത് ആത്മാവ് ഒന്നില്ലെങ്കിലും അറിയാം. എന്നാൽ ആത്മാവ് വന്നു കഴിഞ്ഞാൽ ഈ കൊച്ചിനോട് എന്തായിരിക്കും പറയുന്നത്? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ടെ, നീയോ പോയി ദൈവരാജ് അറിയിക്കുക. അപ്പൊ എന്റെ ഒരേക്കറിന് എന്ത് പറ്റി? പോയി. ഈ നീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? എവിടെ ഇഷ്ടപ്പെടാൻ? താവിന്റെ കൃപയാൽ അവന്റെ കയ്യിരിക്കുന്ന ഒരേ ഏക്കറും കൂടെ എനിക്ക് തന്ന ദൈവത്തിന് സ്വതന്ത്രം എന്ന് പറഞ്ഞ് ഇപ്പൊ ഇറങ്ങിയുള്ളൂ. അന്നേരമാണ് കയ്യിൽ നിന്ന് പോകുന്ന നീതി നിങ്ങളുടെ ഒരാൾ വന്നിരിക്കുന്നത്. ഈ കയ്യിൽ നിന്ന് പോകുന്ന, നിങ്ങൾ എത്ര അടുത്ത് കേട്ടിട്ടുണ്ട്? ദൈവം എനിക്കൊരു ഭവനം തന്നു, എനിക്കൊരു വാഹനം തന്നു, ജോലി തന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? സാക്ഷ്യം കേട്ടില്ലേ? തിരിച്ചു കേട്ടിട്ടുണ്ടോ? ഞാനൊരു വീട് ഒരാൾക്ക് കൊടുത്തു, ഞാനൊരു കാർ ഒരാൾക്ക് കൊടുത്തു. അങ്ങനെ അങ്ങനെ സാക്ഷ്യം പറഞ്ഞ എത്ര പേരുണ്ടാവും? കുറച്ച് പേരുണ്ടാവും കേട്ടോ, കുറവായിരിക്കും. അങ്ങനെ പറയാന്നതിനേക്കാളും നമ്മൾ സ്വതന്ത്രം ചെയ്ത് ഇങ്ങോട്ട് വന്ന് അതിനേക്കാളും നല്ലത് കൊടുക്കുന്നതല്ലേ? അപ്പൊ നീതിയുടെ പ്രമാണങ്ങൾ എപ്പോഴും പാപികളായ മനുഷ്യർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. ഒരു എക്സാമ്പിൾ, കോപ്പി അടിക്കുന്ന എല്ലാ പിള്ളേരും ഇരുന്നു. ഇപ്പൊ കോപ്പി അടിക്കാതെ ഒരാൾ ഇരുന്ന് എഴുതി കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ എന്തായിരിക്കും അവനെ കുറിച്ച് തോന്നുന്നത്? ഒരു പഠിപ്പിച്ചിട്ട് വന്നിരിക്കുന്നു എന്നാ ചിന്തിക്കുന്നവര്. ഞങ്ങൾ അത്ഭുതത്തോടെ ഓർത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഇത്തിരി മലിനമായിരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. ഒരാളങ്ങ് നീതിമാനാകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരുടെ അയാളെ വലിച്ചു താഴെയിട്ടിരിക്കും. ദാറ്റ് ഇസ് ഹൗ ദ വേൾഡ് വിൽ റിയാക്ട്. ക്രിസ്തുവിനോട് ലോകം കാണിച്ച ദേഷ്യം എന്തായിരുന്നു? ശരിക്കും നീതിമാനായതുകൊണ്ടാണ്. The world could not stand his righteousness. ലോകത്തിൽ വെളിച്ചം, ക്രിസ്തുവിന്റെ വെളിച്ചം വന്നപ്പോൾ എല്ലാവരുടെ ഇരുട്ട് വെളിപ്പെട്ടു വന്നു. അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. അവിടെ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, ക്രിസ്തുവിന്റെ വെളിച്ചം അവർ വെറുത്തു എന്നാണ്. കാരണം രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന് ലൈറ്റ് ഓൺ ആക്കി നമ്മൾ തന്നെ പറയും, ഓഫ് ആക്കിയിട്ട് പോടോ എന്ന് പറയത്തില്ലേ? ചിലപ്പോൾ അത്രയും ദേഷ്യത്തിൽ പറയത്തില്ലായിരിക്കും, എങ്കിൽ പോലും അത് എങ്ങനെയെങ്കിലും ഓഫായി കിട്ടും. നമ്മൾ ഈ ലോകത്ത് നമ്മൾ തോന്നിയ പോലെ ജീവിക്കുമ്പോൾ, നമ്മുടെ നീതിയും വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, കർത്താവ് പെട്ടെന്ന് നിന്നിട്ട് നീതി എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കാൻ പറഞ്ഞാൽ ആർക്കാ ദേഷ്യം വരാത്തത്? നമ്മൾ ഈ കിട്ടിയതിനെല്ലാം സ്വതന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ ചോദിച്ചാൽ നീ ഈ ഉണ്ടാക്കി വെച്ചതെല്ലാം ആർക്കാകും എന്ന് കർത്താവ് വയ്ക്കും. പറയും, മിണ്ടാതിരിക്കുക കർത്താവെ, മോശമായിട്ട് നെഗറ്റീവായിട്ടൊന്നും പറയല്ലേ. വിശ്വാസം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല, പോസിറ്റീവായിട്ട് പറയണം. ഞാൻ ദീർഘകാലം ജീവിച്ചിരുന്ന് ഇതെല്ലാം അനുഭവിച്ച് തീർക്കും. കർത്താവ് പറയും, ഇന്ന് രാത്രി ഞാൻ നിന്റെ ആത്മാവിനെ ചോദിക്കും, നീ എന്ത് ചെയ്യും? ഇങ്ങനെ ചോദിക്കുന്നവരെ നമുക്ക് ഇഷ്ടമാണോ? നമ്മൾ പറയുന്ന പോസിറ്റീവ് കൺഫെഷൻ പറഞ്ഞില്ലേ നമ്മൾ തട്ടിപ്പോകുന്നതാണ്. അപ്പോൾ കർത്താവിന്റെ നീതി എന്ന് പറയുന്നത് ഒരാൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ നീതിയിലേക്ക് നടക്കുമ്പോൾ എല്ലാവർക്കും അസ്വസ്ഥതയാവും. അപ്പൊ ലോകം മുഴുവൻ നമ്മളെ ത്യജിച്ച് കളയുമെന്ന് വേദപുസ്തകം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. അപ്പോൾ അങ്ങനെ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പൊ സ്വർഗരാജ്യവും നീതിയും തമ്മിലൊരു ബന്ധമുണ്ട് എപ്പോഴും. അത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോഴും ഗിരിപ്രഭാഷണത്തിൽ നമുക്കത് കാണാം. ദൈവരാജ്യവും അതിന്റെ നീതിയും. ഇപ്പൊ അമേരിക്കയിലെ ഒരു രാജ്യമാണ് അമേരിക്ക, അല്ലെ? വളരെ ശക്തമായ ഒരു രാജ്യമാണ്. ആ രാജ്യത്തിനൊരു നീതിയുണ്ട്, ഒരു ന്യായം ഉണ്ട്, ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണം അനുസരിച്ച് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇന്ത്യ ഒരു രാജ്യമാണ്, ഇന്ത്യക്ക് ഒരു നീതിയുടെ പ്രമാണമുണ്ട്. ആ നീതിയുടെ പ്രമാണം ലംഘിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ദൈവരാജ്യം. ദൈവരാജ്യത്തിനൊരു നീതിയുടെ കോഡുണ്ട്. ആ കോഡാണ് ഈ ഗിരിപ്രഭാഷണം. ഇതാണ് ദൈവരാജ്യത്തിന്റെ നീതി. ഇവിടെ ഉപദ്രവമുണ്ട്, കഷ്ടമുണ്ട്, ദുഃഖമുണ്ട്. നമ്മളിവിടെ സുഖിച്ച് ജീവിക്കുന്നില്ല. നമ്മൾ ഈ ലോകത്തിന്റെ സമാധാനം അനുഭവിക്കുന്നില്ല. അതിനപ്പുറത്തുള്ള ഒരു സ്പിരിച്വൽ ജേണിയാണിത്. ഇവിടെ പറയുന്നത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്നെ നിമിത്തം നിങ്ങളെ പഴിക്ക് ഉപദ്രവിക്കും, നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഈ എപ്പോഴും പ്രവാചകന്മാർ വലിയ പ്രശ്നക്കാരാണ്. അത് ഇന്നത്തെ പ്രവാചകന്മാർ പ്രശ്നക്കാരല്ല, നല്ല മനുഷ്യരാണ്. കാരണം അവർ നമ്മളെക്കുറിച്ച് ഒരു ദോഷവും പറയത്തില്ല. നിങ്ങൾക്ക് വരാൻ പോകുന്ന നന്മ
അടുത്ത ജനുവരി വരാൻ പോകുന്ന നന്മ, ഇതൊക്കെ പറയണം. നമുക്ക് നല്ല മനുഷ്യൻ. പക്ഷെ പണ്ടത്തെ പ്രവാചകന്മാർ അങ്ങനല്ലായിരുന്നു. അവരെ കല്ലെറിഞ്ഞ് കൊല്ലാൻ തോന്നുമായിരുന്നു ഈ ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ. ഏതെങ്കിലും ഒരു പ്രവാചകൻ സമാധാനമായിട്ട് മരിച്ചിട്ടുണ്ടോ? ഈ പ്രവാചകനെ കാണുമ്പോഴേ ആൾക്കാർ വാ 500 രൂപ തരാന്നല്ല പറഞ്ഞുകൊണ്ടിരുന്നത്, ഓടിക്കുമായിരുന്നു. കാരണം അവരുടെ എന്താ, ഹലോ, ഓക്കെ, ഈ അവരെ പ്രവാചകന്മാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെട്ടവർ ഓടിക്കുവാൻ. ഓക്കെ, പേടിയായിരുന്നു. അതുകൊണ്ട് പ്രവാചകന്മാർ ഇസ്രായേൽ മക്കൾ കൈകാര്യം ചെയ്തത്. കള്ളപ്രവാചകന്മാർ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അവർ വന്ന് സുഖിപ്പിച്ചു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നും കള്ളപ്രവാചകന്മാരെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയ വേദന നമ്മുടെ സഭകളിൽ ആത്മാവിൻ്റെ ഒരു പകർച്ചയും ഇല്ലെന്നുള്ളതാണ്. ഞാനിത് പറയുമ്പം എന്നെ ബ്രദറുകാരനാണ് ആൾക്കാർ വിചാരിക്കുന്നത്. നീ സമാധാനമായിട്ട് വചനം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ബ്രദറുകാരൻ, ഇത്തിരി ഉറക്ക അലറി വിളിച്ചാൽ അവൻ പെന്തിക്കോസുകാരൻ. ഇതെന്ത് കളിയാണ്? ശരിക്കും ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രവൃത്തിയും ഇല്ല നമ്മുടെ ഇടയിൽ ഇന്ന് ഇല്ലെന്നുള്ളതാണ് ഇന്ന് ഏറ്റവും വലിയ ഫെയിലിയർ. ദർ ആർ നോ പ്രോഫറ്റ്സ്. ഇന്നുള്ളത് ഈ അന്യഭാഷ മാത്രമാണ് ആകെ ഉള്ളത്. അത് തന്നെ എത്ര ചെണ്ടയടിച്ചിട്ടും വരുന്നുമില്ല. എത്ര എക്സ്റ്റസിയിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടും ഇത് പറ എന്ന് പറഞ്ഞ് പറയിപ്പിച്ചിട്ട് ഇത് വരുന്നില്ല. ബിക്കോസ് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് അതൊക്കെ നമ്മുടെ ചർച്ചയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രോഫറ്റ്സ് എല്ലാം മനുഷ്യരുടെ സുഖം അന്വേഷിച്ച് തിരിഞ്ഞിരിക്കുന്നു. ഇത് മടങ്ങി വരണം. നമ്മുടെ ചർച്ചകളിൽ പ്രൊഫസി കർത്താവിങ്കിലേക്ക് നയിക്കുന്ന പ്രൊഫസീസ് ഉണ്ടാകണം. അവർ കല്ലേറ് കൊള്ളാൻ തയ്യാറായിരിക്കണം. ഇന്ന് ഈ പ്രൊഫസ്റ്റ് ആകുമ്പോഴേ അവരുടെ ചിന്ത എങ്ങനെയും പൈസ ഉണ്ടാക്കണം എന്നാണ്. ഏതൊരു കൃപാവരം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് വെച്ച് മാക്സിമം പൈസ ഉണ്ടാക്കും. അങ്ങനെയല്ല, കല്ലേറ് കൊള്ളാനും മരിക്കാനും ഈ തിന്മയുള്ള ലോകത്ത് അതിനാൽ ഉപദ്രവിക്കപ്പെടാനും ഒറ്റപ്പെടാനും മരിക്കാനും തയ്യാറുള്ളവർക്ക് മാത്രമേ കൃപാവരങ്ങളെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. When you are operating a gift of God, you are standing for God. അത് മനുഷ്യർ ഇഷ്ടപ്പെടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നോ. അതുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ സംബന്ധിച്ച് ദൂഷണം കേൾക്കുവാനും ഉപദ്രവം സഹിക്കുവാനും മരിക്കുവാനും തയ്യാറായിരിക്കണം എന്നാണ്. കാരണം സ്വർഗത്തിലെ പ്രതിഫലം മാത്രമാണ് അവർ അതാണ് പറയുന്നത്. ഈ പ്രവാചകന്മാരെല്ലാവരും ചെയ്തു. സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമുള്ളത് കൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുവാൻ. കാരണം പ്രവാചകന്മാരുടെ പ്രതിഫലം ഇവിടെ അല്ല, സ്വർഗത്തിലാണ്. ഈ ശരിക്കും ഒരു പ്രവാചകൻ വന്നൊരു ചർച്ചിൽ സംസാരിച്ചാൽ അവിടെ അനേകം ആൾക്കാർ ബ്ലീഡ് ചെയ്യുന്നവരൊക്കെ കാണും. രക്തം ഒഴുകും ഹൃദയത്തിൽ നിന്ന്. അതിന് പാസ്റ്റർ പോയിട്ട് അത് സാരമില്ല, അത് നമ്മൾ വിശദീകരിക്കപ്പെടാൻ വേണ്ടിയാണ്, ദൈവം തരുന്നതാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ് നമുക്ക് കിട്ടുന്ന ശാസനകൾ. ഇത് പാസ്റ്റർ പോയി മുറിവ് കെട്ടണം. പ്രവാചകൻ മുറിവ് കെട്ടാൻ നിൽക്കത്തില്ല, അവൻ മുറിച്ചിട്ട് പോവുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾക്ക് യഥാർത്ഥ പ്രവാചകന്മാർ ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഗോഡ് ഈസ് ഓൾവേസ് ഡിസ്റ്റന്റ് ഫ്രം അസ്. ഡിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റന്റ് എന്നല്ല എന്ന് പറയേണ്ടത്. നമ്മളിന്ന് ഒത്തിരി അകലെയാണ്, സുപ്രീമാണ്, നമുക്ക് എത്താൻ പറ്റാത്ത ദൂരത്തിലാണ്. അവിടെ നിന്നാണ് പ്രോഫറ്റ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രവാചകന്മാർക്ക് ലഭിച്ച ഉപദ്രവം പുതിയ നിയമത്തിൽ എല്ലാ വിശ്വാസിക്കും ലഭിക്കാം. കാരണം ആ അഭിഷേകം, ക്രിസ്തുവിന്റെ അഭിഷേകം ഓരോ വിശ്വാസിയിലും വസിക്കുന്നത് കൊണ്ട് ഈ ഉപദ്രവം സകല വിശ്വാസികൾക്കും ഉണ്ടാകാം, അവർ ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ. അപ്പൊ നമുക്ക് ഒരു കാര്യം മാത്രമേ നോക്കാൻ പറ്റുള്ളൂ: സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കുവിൻ. ഓക്കെ, അപ്പൊ പ്രവാചകന്മാരെ അതേ സാഹചര്യത്തിലൂടെ നമ്മളും കടന്നു പോകുന്നു. അപ്പൊ ക്രിസ്ത്യൻ ലൈഫിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതി നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറും. അതിനർത്ഥം മനുഷ്യർ നമ്മളോട് ഉണ്ടാവില്ലെന്നല്ല. തീർച്ചയായിട്ടും ദൈവത്തെ സ്നേഹിക്കുന്നവർ, കർത്താവിന്റെ മക്കൾ തീർച്ചയായിട്ടും നമ്മളോട് ഉണ്ടാവും. അടുത്തത് ഉപ്പിനെ കുറിച്ചും വെളിച്ചത്തെ കുറിച്ചുമാണ്. അതും കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഉപ്പിനെ കുറിച്ച് ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തൊന്നുകൊണ്ട് രസം വരുത്താം.
പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ഈ വാക്യത്തിനകത്ത് നമ്മൾ സാധാരണ ഉപ്പിന്റെ ക്വാളിറ്റീസിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. ഉപ്പിന്റെ ഒരു പ്രത്യേകത മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഒരു കറി എടുത്ത് കഴിക്കുമ്പോൾ ഉപ്പ് എന്ന് നമുക്ക് പറയേണ്ടി വന്നാൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ ഉപ്പില്ല, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയി. നോർമൽ ആണെങ്കിൽ ആരും ഉപ്പിന്റെ കാര്യം വേണ്ടത്തില്ല. ശരിയല്ലേ? ആരും വേണ്ടതില്ല. മാത്രമല്ല, ഇത് അലിഞ്ഞ് ഇല്ലാതായി ഐഡന്റിറ്റി ഇല്ലാതെ പോവാണ്. എന്നാൽ അതിന് രുചി വരുന്നുണ്ട്. അപ്പൊ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിരിക്കുകയും അതേ സമയത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്ന ഒരു സാധനമാണ് ഉപ്പ്. ഉപ്പ് അലിഞ്ഞു പോകാതെ, ഐഡന്റിറ്റി നഷ്ടപ്പെടുത്താതെ ഒരു കുപ്പിക്കകത്തിരുന്നാൽ ഒരു പ്രയോജനവുമില്ല. ഇന്ന് IPCയുടെ കുപ്പിക്കകത്തും ഓരോ ഡിനോമിനേഷന്റെ കുപ്പിക്കകത്തും ഉപ്പിങ്ങനെ ഇരിക്കുകയാണ്. അവരിടകലരുന്നില്ല. ലോകത്തിലേക്ക്, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അടുത്തേക്ക് ഇടകലർന്നവർക്ക് രുചി വരുത്താതെ നമ്മൾ പരസ്പരം കലഹിച്ച് കുറെ ഉപ്പുകൾ ഒന്നിച്ച് ഒരു കുപ്പിക്കകത്തിരുന്നാൽ അവസ്ഥ എന്താണ്? ഇന്നിപ്പോൾ 167 ഉപ്പുണ്ട് ഇവിടെ എന്ന് വിചാരിച്ചു. ഇതെല്ലാം ഒരു കുപ്പിക്കകത്തിരുന്നു എന്തായിരിക്കും അവസ്ഥ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാന്നുള്ളതല്ലാതെ ഒരു പ്രയോജനമില്ല. അപ്പൊ അലിഞ്ഞു ചേരുവാനും ഇല്ലാതാകാനും ഐഡന്റിറ്റി പോകാനും ഞാനെന്നുള്ള ആ സിറ്റുവേഷൻ ഇല്ലാതായാൽ മാത്രമേ ഇവിടെ രുചി വരുന്നുള്ളൂ. വിതറപ്പെടാതെ നമുക്ക് ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റത്തില്ല. വി നീഡ് ടു ടോക്ക് ടു പീപ്പിൾ. നമ്മുടെ സഭ എന്താണ് വിശ്വസിക്കുന്നതെന്ന് നാട്ടുകാരറിയണം. അത് ഇന്നെങ്ങാനും അറിഞ്ഞ ആൾക്കാർ തല്ലിക്കൊല്ലും. ഇതിനകത്തുള്ള ജാതി വ്യവസ്ഥയും സമ്പത്തിനോടുള്ള സ്നേഹമൊക്കെ നാട്ടുകാർക്ക് ഒരുവിധം അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഒരുവിധമൊക്കെ മാന്യരായിട്ട് നടക്കുന്നത്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി നമ്മൾ മാറുകയും ആ ക്രിസ്തുവിന്റെ പ്രസംഗം നമ്മുടെ ചുറ്റുമുള്ളവരുടെ അടുത്തേക്ക് എത്തുകയും പണ്ട് കാലത്തൊക്കെ പറയുമായിരുന്നു കേട്ടോ, അവർ പെന്തിക്കോസ്തുകാരാണ്, അവർ ഭയങ്കര വ്യത്യാസമുള്ള ആൾക്കാരെന്നൊക്കെ പണ്ട് ആൾക്കാർ പറയുമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അടിമാലിയിൽ വെച്ച് ഒരു പാസ്റ്റർ എന്നോട് സംസാരിച്ചാണ്. അച്ഛന്മാരെല്ലാം കൂടെ ചേർന്ന് മദ്യവർജന പ്രസ്ഥാനം നടത്താൻ വേണ്ടി ഒരു പരിപാടി അടിമാലിയിലൂടെ മദ്യവിരുദ്ധ റാലി നടന്നു. അപ്പൊ പെന്തക്കോസ്തിൽ ഉപദേശിച്ചു എന്ന് പറഞ്ഞു, നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചൊരു റാലി നടത്താം. അച്ഛൻ പോയി പറഞ്ഞു. അപ്പം പെന്തക്കോസ്തിൽ ഉപദേശിച്ച് പറഞ്ഞു, അതിന് ഞങ്ങളില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഒരാൾ പോലും ഈ കള്ളുഷാപ്പിൽ കയറാതെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഒരാൾ പോലും കയറാതെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ ഈ പ്രശ്നം അങ്ങ് തീരും. അപ്പൊ ലോകത്തിനെല്ലാം മനസ്സിലാവും ക്രിസ്ത്യാനികൾ കള്ളു കുടിക്കില്ല. അതൊരു മെസ്സേജ് ആയിട്ട് പോകും. അതാണ് കൂടുതൽ ശക്തി. ഞാൻ ആ പാസ്റ്ററുടെ വിസ്ഡം ഓർത്ത് അത്ഭുതപ്പെട്ടു. ഭയങ്കര വിവേകത്തോടെ അദ്ദേഹം പറഞ്ഞല്ലേ, നമ്മളൊരു സന്ദേശ ലോകത്തിന് കൊടുക്കുകയാണ്. നമുക്ക് ജാതിയില്ല, ക്രിസ്തുവിലെല്ലാവരും ഒന്നാണ്. നമുക്ക് സമ്പത്ത് ഒരു പ്രശ്നമല്ല. മെസ്സേജ് കൊടുക്കാൻ പറ്റുമോ? ഉപ്പാകാൻ പറ്റുമോ? എവിടെ? നമ്മൾ ഏത് മനുഷ്യനെയും ബഹുമാനിക്കും, ക്രിസ്തുവിൽ സ്നേഹിക്കുന്നു. ഇങ്ങനെയുള്ളവരാണ് നമ്മൾ. ഈ മെസ്സേജ് ഈ ഭൂമിയിലേക്ക് അലിഞ്ഞു ചേരണം. അത് ചെല്ലുന്നില്ല. നമ്മളെ ആൾക്കാർ വലിയ ദ്രവ്യാഗ്രഹികളായിട്ടാണ്. ശരിയാണ് തന്നെ. കാരണം കർത്താവ് കൂടെ ഉണ്ടല്ലോ, കർത്താവിനെല്ലാം കഴിയുമല്ലോ. അപ്പൊ എനിക്ക് വലിയ വലിയ കാര്യങ്ങൾ ചോദിക്കാമല്ലോ. അവർക്ക് കഠിനാധ്വാനം ചെയ്യണം, നമുക്ക് കഠിനാധ്വാനം പോലും ചെയ്യണ്ട. ചുമ്മാ ഇരുന്നാൽ മതി. ഏതെങ്കിലും ചർച്ചിൽ ദശാംശം കൊടുത്താൽ മതി. പ്രോസ്പെരിറ്റി ക്യാൻസൽ ആകാത്ത ചർച്ചകളിൽ എവിടെയെങ്കിലും പോയി ദശാംശം കൊടുത്താൽ ധനവാനായിക്കോളും. അപ്പോൾ എങ്ങനെ വേണേലും മോഹിക്കാം. അപ്പൊ അത്യാഗ്രഹം കൂടുതൽ വിശ്വാസികൾക്കാണ്. കാരണം അവർക്ക് എങ്ങനെ വേണേലും മോഹിക്കാം. 10 രൂപ 1000 രൂപ തരുന്നൊരു ദൈവമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഭൂമിയോടൊരു സന്ദേശമില്ല, ലോകത്തോടൊരു സന്ദേശം കൊടുക്കാൻ ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു നമുക്ക് രാജാവായി, നമ്മൾ ദൈവരാജ്യത്തിന്റെ അംബാസഡേഴ്സ് ആയിട്ട് മാറിയാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിനൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുള്ളൂ. സ്ത്രീധനത്തിനെതിരെ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുമോ നമ്മുടെ സഭയ്ക്ക്? കഴിഞ്ഞ ദിവസം ഒരു മോൻ കല്യാണം കഴിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് പുള്ളിക്ക് സ്ത്രീധനം എന്നൊരു കുറ്റബോധം ഉള്ളിലുണ്ടായത്. അപ്പോൾ കല്യാണ ചെലവെന്നും പറയാം, അതാണല്ലോ സ്ത്രീധനത്തിന്റെ ഒരു ഓമന പേര്. കല്യാണ ചെലവിനുള്ള കാശ് ഭയങ്കര സ്ത്രീധനമെന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കുറ്റകരമാണ്. അവസാനം ഇവൻ മനസ്സിലാക്കി ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ സ്ഥലം പണയം വെച്ചിട്ടാണ് സ്ത്രീധനക്കാശ് ഉണ്ടാക്കും. ഇവൻ പറഞ്ഞു എനിക്ക് പൈസ വേണ്ട. അപ്പൊ പാസ്റ്ററും വീട്ടുകാരെല്ലാം പറഞ്ഞു, നീ പിന്നെ എങ്ങനെ കല്യാണം നടത്താൻ? ഞങ്ങളെ കൊണ്ട് പറ്റില്ല കല്യാണം നടത്താൻ. ഒരാള് തിരിച്ചു ചിന്തിക്കാൻ അനുവദിക്കില്ല.
നമ്മൾ സിമ്പിളായിട്ട് മതി, അവർക്കത് പോരാ. ഈ കല്യാണം വരുമ്പോഴേക്കും ഒരു പൈസ ഇല്ലാത്തവർ അവിടെ നിന്നല്ല പൈസ കൊണ്ടുവന്ന് 5, 6 ലക്ഷം, 8 ലക്ഷം, 10 ലക്ഷം കല്യാണം അങ്ങ് ദൂർത്തടിക്കും. പിറ്റേ ദിവസം ആഹാരം കഴിക്കാൻ പൈസയില്ല. ഞങ്ങളുടെ ചർച്ചിൽ 3 കല്യാണം ഈ വർഷം നടന്നു. എല്ലാത്തിൻ്റെയും കൂടെ എക്സ്പെൻസ് 1 ലക്ഷത്തിൽ താഴെയുള്ളൂ. ബാക്കി പൈസ അവർക്ക് ജീവിക്കാമല്ലോ. നിങ്ങൾക്ക് ഇപ്പം എന്നോട് ദേഷ്യം വന്നു തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നീതിയെക്കുറിച്ച് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞാൽ ദേഷ്യം വരും. വന്നേ പറ്റൂ. ഞങ്ങളുടെ പിള്ളേരുടെ കല്യാണം കൂടെ ഒന്ന് നന്നായിട്ട് നടത്തിയിട്ട് ബാക്കിയുള്ളവരെ കുറിച്ച് വേണമെങ്കിൽ ഞാൻ പ്രസംഗിക്കാം. ഓക്കെ, ഇതാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. സന്തോഷമായല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പൊ ഉപ്പെന്ന് പറയുന്നത് എന്തെങ്കിലും രുചി വരുത്തണ്ടേ? എന്നാൽ ഉപ്പ് അല്ലാതിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഉപ്പാവുകയും ചെയ്തു, എന്നിട്ട് എന്റെ കാരം പോവുകയും ചെയ്തു. ഉപ്പായപ്പം ഭയങ്കര ദൈവഭയമൊക്കെ ആയിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പം ദൈവഭയം അങ്ങ് പോയി, കാരം അങ്ങ് പോയി. പിന്നെ ഇതിനെ കൊണ്ട് എവിടെ ഇട്ടാലും രുചി മാറില്ല. നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഉപ്പാകുന്നില്ലെന്ന് മാത്രമല്ല, കാരമില്ലാത്ത ഉപ്പ് പോലെ ലോകം നമ്മളെ കാണും. ഉച്ചത്തിലേക്ക് പോകാം. പണ്ടുണ്ടായിരുന്ന അഡ്മിറേഷനിൽ നിന്ന് പുച്ഛത്തിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമാണിത്. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് അതർ പീപ്പിൾ ആർ തിങ്കിങ് അബൌട്ട് അസ്. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനിത് നേരത്തെ പള്ളിയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങളുടെ ചർച്ചിൽ ഒരു ലേഡി, ഒരു ഹിന്ദു ലേഡി സ്നാനപ്പെട്ടു പോകും. അവർ പറഞ്ഞ സാക്ഷ്യം പറഞ്ഞ് എങ്ങനെയെന്നറിയാം, ഇവർക്ക് ചെറുപ്പം തൊട്ടേ കർത്താവിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. അയൽവക്കത്ത് ഒരു പെന്തക്കോസ്റ്റൽ ഫാമിലിയാണ് താമസിക്കുന്നത്. അപ്പോൾ വൈകിട്ട് ഒരു 8 മണിയാകുമ്പോൾ അവിടെ സന്ധ്യാപ്രാർത്ഥന തുടങ്ങും, കുടുംബ പ്രാർത്ഥന. ഇവർ വിൻഡോ തുറന്നിട്ട് ഇവരുടെ കൂടെ ഇരുന്ന് അവർ കേൾക്കെ പാടും. അങ്ങനെ ഒരു പാട്ട് പഠിച്ചു. അവരകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഒരു വിൻഡോയിലൂടെ നോക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാം? ഞങ്ങളുടെ അയൽവക്കക്കാർ, ഇവർ മാത്രമുള്ള അയൽവക്കം, ആ ഏരിയയിൽ വേറെ വീടുകളില്ല, ഞങ്ങളോട് ചെയ്യുന്ന കൂടോത്രത്തിന്റെ ശക്തികളെ ശാസിക്കുന്നു. ഏതോ പ്രവാചകൻ പറഞ്ഞിട്ട് പോയതാണ്, നിങ്ങളുടെ അയൽവക്കത്തുള്ള ഹിന്ദുക്കൾ നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തു. ഇവരന്ന് ആ ഡോറടച്ച് കരഞ്ഞുണ്ട്. നമ്മൾ ഉപ്പല്ല, വിഷം. ഈ ദുരുപദേശക്കാര്, പ്രവചകന്മാര് നമ്മളിൽ വിഷമുണ്ടാക്കിയിരിക്കുന്നു. കർത്താവിനെ നിരക്കാത്ത സഹോദരനെ വെറുപ്പിക്കുന്നു. ഇന്നലെ കേട്ടൊരു പ്രവാചകൻ പറയുന്നു, എനിക്കറിയാവുന്ന ഒരു കുട്ടിയോട്, നിങ്ങളുടെ ഭർത്താവിന് പല ബന്ധങ്ങളുണ്ട്. ഭാര്യയോട് പ്രവചിക്കുന്നു. അയാളും കരച്ചിൽ തുടങ്ങി, ഇവരും കരച്ചിൽ തുടങ്ങി. അങ്ങനെ ഒരു സംഭവമില്ല. കഴിഞ്ഞ ദിവസം ഒരാളോട് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. ആ പെൺകുട്ടിയുടെ ഒരു പ്രവാചകി പ്രവാചകി പറഞ്ഞു, യൂട്യൂബിലൊക്കെ ഉള്ള ആളാണ്, നിന്റെ കൂട്ടുകാരി നിനക്ക് കൂടോത്രം ചെയ്തിരിക്കുകയാണ്. ആ പാവം കൂട്ടുകാരി എന്ത് ചെയ്യണം? നിങ്ങൾ വിചാരിക്കുന്നുണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കൂടോത്രമായിട്ട് നടക്കുവാന്ന് ആ കൂട്ടുകാരി കൊടുക്കാൻ? എന്തിന്? ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ 21ാം നൂറ്റാണ്ടിൽ ഇതൊരു പാഷാണമായി മാറിയിരിക്കുകയാണ് മൊത്തത്തോടെ. വാട്ട് ഈസ് ദിസ്? നമ്മൾ ഉപ്പാകുന്നതിന് പകരം, ആ കുട്ടിക്ക് ഒരാശ്വാസമാകുന്നതിന് പകരം നമ്മളെ അവർക്കെല്ലാം ശത്രുക്കളാക്കി മാറ്റുകയാണ്. എന്തൊരു സങ്കടകരമാണ്. ഉപ്പ് കാരമില്ലാതെ പോയാൽ, ക്രിസ്തുവിന്റെ രുചിയില്ലാതെ, കർത്താവിന്റെ സ്വഭാവം ഇല്ലാതെ പോയാൽ നമ്മളെ എന്തിനു കൊള്ളാം? അപ്പൊ ഇവിടെ പറയുന്ന പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ കൊള്ളില്ല. എ സോ കോൾഡ് ബിലീവർ ഹു ഹാസ് നോ ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയമില്ലാത്ത ഒരു വിശ്വാസി എന്ന് അവകാശപ്പെടുന്ന ഒരാൾ, വിശ്വാസിയായിരിക്കണമെന്നില്ല, അവനെ വെളിയിട്ട് ചവിട്ടാനല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. കാരണം ഹീസ് മിസ്ഇന്റർപ്രറ്റിംഗ് ഗോഡ് ആൻഡ് മിസ്റെപ്രസെന്റിങ് ഹിം. എന്റെ അടുത്തത് വെളിച്ചത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നത്, നമ്മളിത് പല രീതിയിൽ കേട്ടിട്ടുള്ളൂ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ പാടില്ല. ഇതിൽ വളരെ രസകരമായ ഒരു കാര്യമാണിത്. ഇവിടെ പറയുന്നത്, വിളക്ക് കത്തിച്ച് പറയെങ്കിലല്ല തണ്ടിന്മേൽ അത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, നമുക്ക് വെളിച്ചം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ള വെളിച്ചമില്ല, റിഫ്ലക്റ്റഡ് ലൈറ്റ്സ് ആണ്. നമുക്ക് കർത്താവിന്റെ വെളിച്ചമാണ് നമ്മൾ കാണിക്കുന്നത്. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ അസ്. പക്ഷെ ഈ വെളിച്ചത്തിന്റെ പ്രത്യേകത,
ഇത് ഇരുട്ട് മാറ്റാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ പാടില്ല, അവിടെ വെളിച്ചം ഉണ്ടായിരിക്കണം, എല്ലാവരും കാണുന്ന രീതിയിലായിരിക്കണം. അപ്പൊ ഇവിടെ പറയുന്ന നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവർ കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ കാണിക്കരുത് 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേ പ്രഭാഷണത്തിൽ തന്നെ, ഗിരിപ്രഭാഷണത്തിൽ തന്നെ, വലങ്കൈ ചെയ്യുന്ന എന്തെന്ന് ഇടങ്കൈ അറിയരുത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ അത് മൂടി വെക്കരുത്, അത് തണ്ടിന്മേൽ വെക്കണം, എല്ലാവർക്കും പ്രകാശിക്കണം, മറ്റുള്ളവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നാ പറയുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ നല്ല പ്രവൃത്തി ചെയ്താൽ മറ്റുള്ളവരെ കാണിക്കണോ അതോ മൂടി വെക്കണോ? എന്താ കർത്താവ് ഉദ്ദേശിക്കുന്നത്? 6-ാം അധ്യായത്തിൽ പറയുന്നു വലങ്കൈ ചെയ്യുന്ന എന്തെന്ന് ഇടങ്കൈ അറിയരുത്. 5-ാം അധ്യായത്തിൽ പറയുന്നു നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവർ കണ്ടിട്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്തുകൊണ്ടാണ് കർത്താവ് ഒരേ പ്രസംഗത്തിൽ 2 കാര്യം പറഞ്ഞു? ഓപ്പോസിറ്റ് എന്ന് തോന്നുന്ന കാര്യം. ഒരിടത്ത് പറയും നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് നിങ്ങളുടെ പ്രവൃത്തികൾ അവരുടെ മുമ്പിൽ പ്രകാശിക്കും. മറ്റൊരിടത്ത് പറയും നിങ്ങൾ വലത് കൈ കൊണ്ട് ചെയ്യുന്ന നന്മകൾ ഇടത് കൈ അറിയരുത്. എന്തുകൊണ്ടാണ് അവിടെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, 5-ാം അധ്യായത്തിൽ പറയുന്ന പ്രവൃത്തികളുടെ പ്രത്യേകത അതൊരിക്കലും മനുഷ്യനെ മഹത്വപ്പെടുത്തുന്നില്ല, അത് കണ്ടിട്ട് ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിനത് മനസ്സിലാവും, ഇത് ഇവനെ കൊണ്ട് സാധിച്ചതല്ല, അത് ദൈവമാണ് ഇവനിലൂടെ ചെയ്യുന്നത് എന്ന്. ഇത് ദൈവം നമ്മളിലൂടെ ചെയ്യുന്ന പ്രവൃത്തികളാണ്. മറ്റൊന്ന് എനിക്ക് ആശ്വാസത്തിന് ഞാൻ ചെയ്യുന്ന സൽപ്രവൃത്തികളാണ്. ഇത് രണ്ടും നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ഉദാഹരണം പറയും. ഇത് പെർഫെക്റ്റ് ഉദാഹരണമല്ല, എങ്കിലും ഒരു വിധം നമുക്ക് തൃപ്തിപ്പെടുത്താവുന്ന ഒരു ഉദാഹരണം. ഈ ഉദാഹരണത്തോടെ നമ്മൾ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പലപ്പോഴും നന്മ ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് പറയരുതെന്ന് പറഞ്ഞ് ചെയ്യുന്ന ചില നന്മകളുണ്ട്. എന്തുകൊണ്ടത് പറയുന്നത്? പറഞ്ഞാൽ അവരും സഹായത്തിന് വരും എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഒരാൾ വന്ന് നമ്മുടെ സഹായം ചോദിക്കുന്നു, നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ചോദിക്കുന്നു, കൊടുക്കുന്നു. അപ്പോൾ അയാൾ നിന്ന് വേറെ പറയുന്നത് അയാളോട് ചോദിച്ചാൽ മതി, ഇഷ്ടംപോലെ പൈസ കിട്ടും. പിന്നെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറയും, ഞാൻ നിനക്ക് പൈസ തന്ന കാര്യം നീ ആരോടും പറയരുത്. അപ്പോൾ എന്ത് ചെയ്തു? എൻ്റെ പ്രവൃത്തി ഞാൻ മൂടി വെച്ചു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്താ എൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാമല്ലോ, ഈ നമ്മുടെ നാട്ടിൻപുറത്ത്, അമേരിക്കയിലുണ്ടെന്ന് എനിക്കറിയത്തില്ല, പുതുമഴ പെയ്തു കഴിഞ്ഞാൽ ഈയലുകൾ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. വലിയൊരു ഈയൽ കൂട്ടം, ഈയൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഫ്ലൈയിങ് ആൻസ് എന്ന് പറയുന്ന സാധനം, ഇത് വെളിച്ചമുള്ളിടത്ത് ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ ഞാൻ വിൻഡോയിലൂടെ വെളിയിലോട്ട് നോക്കുമ്പോൾ അയൽവക്കക്കാരൻ്റെ വീട്ടിൽ ലൈറ്റുണ്ട്, ഞാൻ എൻ്റെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സാധനം എല്ലാം കൂടെ അപ്പുറത്തെ വീട്ടിലോട്ട് പൊക്കോളും. കുറേ കഴിയുമ്പോൾ ഞാനിത് ഓൺ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയലുകളും ഇങ്ങനെയുള്ള ക്ഷുദ്രജീവികളും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നത്. മലമേലിരിക്കുന്ന പട്ടണം നോക്കി വരുന്ന എല്ലാവരും നല്ലവരായിരിക്കില്ല. അത് മോഷ്ടിക്കാൻ വരുന്നവനും കള്ളന്മാരും രക്ഷപ്പെടാത്തവരും എല്ലാവരും കാണും. ചിലപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാൻ തോന്നും, കാരണം ചിലപ്പോൾ ജീവൻ വരെ അപകടത്തിലാകാം. അതുകൊണ്ട് നമ്മളിത് ഓഫ് ചെയ്യും. കർത്താവ് പറയാണ് ധൈര്യമായിട്ട് ഓൺ ചെയ്യും, കാരണം ഞാനാണ് നിങ്ങളെ നടത്തുന്നത്. ഐ ഡിസൈഡ് എവറിത്തിങ്. അതുകൊണ്ട് ഭയപ്പെടരുത്. നിങ്ങളുടെ വെളിച്ചം നീതി മറ്റുള്ളവരുടെ മുമ്പിൽ, ദൈവം നിങ്ങൾക്ക് തരുന്ന നീതി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുമാറാകട്ടെ, പേടിക്കരുത് എന്നാണ്. അതായത് നമ്മൾ വെളിച്ചമാകും തോറും നമ്മളെ തുരന്ന് തിന്നുന്നവരും മോഷ്ടിക്കുന്നവരെല്ലാം വരാൻ സാധ്യതയുണ്ട്. ബട്ട് ദൈവം ആ തക്ക സമയത്ത് നമ്മളെ വിടുവിക്കും. നമ്മളെ ഏത് രീതിയിൽ നമ്മൾ നടക്കണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറഞ്ഞിരിക്കേണ്ട കാര്യമില്ലെന്ന് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. വിൽ സീ ദാറ്റ് ഇൻ ഡീറ്റെയിൽ ടുമോറോ. ഗോഡ് ബ്ലസ് യു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന വചനത്തിനായി ആത്മാവിൽ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് എല്ലാം നന്ദി പറയുന്നു. കർത്താവ് അങ്ങയുടെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുന്ന നാൾ വരെയും കർത്താവ് വിശുദ്ധിയുടെ ഓട്ടം ഓടുവാനും ഞങ്ങളുടെ ഈ കണ്ണുകൾ കൊണ്ട് തന്നെ അങ്ങേ കാണുന്ന ആ തേജസ്സിലേക്ക് നടക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയാലല്ലാതെ ഞങ്ങൾക്കൊന്നും സാധിക്കില്ല ഞങ്ങൾ അറിയുന്നു. അവിടുത്തെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.